بسم الله الرحمن الرحيم ഹരിപതി രാജനാം അഖില പാലക റഹ്മാന ഹരിപതി രാജനാം അഖില പാലക റഹ്മാന ആദിമന്നല്ലാഹുവേ നാം ആദരവോടെ സ്തുതിക്കാം ആ സകലം അറിയും സുബ്ഹാനദീപകാരുണ്യസുൽത്താൻ ഹരിപതി രാജനാം അഖില പാലക റഹ്മാന ഹരിപതി രാജനാം അഖില പാലക റഹ്മാന അവൻ തിരുമലവിധി പാലിക്കാൻ അതിനോടനുദിനം യോജിക്കാൻ അവൻ തിരുമലവിധി പാലിക്കാൻ അതിനോടനുദിനം യോജിക്കാൻ ആദിയവൻ അരുളും പഠിക്കണം ആക്കിടെ ഭാവിയ ശോഭനമാ ആ പരിപാടികളേതുമേ അനുസരിക്കുക ദിനവും സുഖമാ ഹരിപതി രാജനാം അഖില പാലക റഹ്മാന ഹരിപതി രാജനാം അഖില പാലക റഹ്മാന. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ പടക്കളത്തിലെ മണവാണ്. ഒരു ഭക്തിഗാനത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്നു. അഹദവനെ തേടിടുന്നു, കൈകൾ നീട്ടിടുന്നു, അഖിലരിലും ഗുണനിധിയാ നാഥനെ വാഴ്ത്തിടുന്നു. അഹദവനെ തേടിടുന്നു, കൈകൾ നീട്ടിടുന്നു, അഖിലരിലും ഗുണനിധിയാ നാഥനെ വാഴ്ത്തിടുന്നു. കഥയോടിടാം ഞങ്ങൾ കനിവേകിടും നാഥ, കഥയോടിടാം ഞങ്ങൾ കനിവേകിടും നാഥ. അഹദവനെ തേടിടുന്നു, കൈകൾ നീട്ടിടുന്നു, അഖിലരിലും ഗുണനിധിയാ നാഥനെ വാഴ്ത്തിടുന്നു. കഥനത്തിൻ കഥയാണേ, അൽഗുരുന്നൊരു വ്യഥയാണേ, കാരുണ്യം ചൊരിയണമേ, കനിവരുളിടണേ. കഥനത്തിൻ കഥയാണേ, അൽഗുരുന്നൊരു വ്യഥയാണേ, കാരുണ്യം ചൊരിയണമേ, കനിവരുളിടണേ. ഓ നിദാ പാടുന്നിതാ ജഗനായക പുരയുന്നിതാ ഓടുന്നിതാ പാടുന്നിതാ ജഗനായക പുരയുന്നിതാ. അഹദവനെ തേടിടുന്നു, കൈകൾ നീട്ടിടുന്നു, അഖിലരിലും ഗുണനിധിയാ നാഥനെ വാഴ്ത്തിടുന്നു.
കാണാൻ നല്ല സുന്ദരമായ അതിമനോഹരമായ നല്ലൊരു നാടാണല്ലോ പരിശുദ്ധ മക്ക. നമ്മുടെ കഅബയുള്ള മക്ക, നമ്മുടെ ഖിബലയുള്ള മക്ക, പരിശുദ്ധ ഹറമുള്ള മക്ക. പണ്ട് കാലത്ത് ഈ പരിശുദ്ധ ഹറമിൽ നിന്ന് മക്ക നാട്ടിൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം പോയാൽ കാണാം ഒരു മലച്ചെരുവ്. മലച്ചെരുവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ 2 പർവ്വതങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു നിർജ്ജനമായ ഒരു ചെരുവ്, ഒരു മലച്ചെരുവ്. ഒരു ദിവസം സമയം സുബഹി 10 മണി. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തലയിലേക്ക് പടത്തൊപ്പി ധരിച്ച്, കാലിലേക്ക് പടച്ചെരുപ്പ് ധരിച്ച്, പട ഷർട്ടിട്ട്, പട അരപ്പട്ട മുറുകി കെട്ടി, തന്റെ പടവാള് 4 ഭാഗം കറക്കി യഥാസ്ഥാനത്ത് വെച്ച് ആ സുന്ദരനായ ചെറുപ്പക്കാരൻ ഒരു കുതിരപ്പുറത്ത് കയറി തന്റെ കുതിരയെ നേരെ ആ നിർജ്ജനമായ മലച്ചെരുവിന്റെ മധ്യത്തിലോടുകൂടെ നേരെ യഥാ പറപ്പിക്കുന്നു. പെട്ടെന്ന് ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് 20ഓളം വരുന്ന യഹൂദികൾ ചാടി കയറി വന്നെന്ന് മാത്രമല്ല, ആ ചെറുപ്പക്കാരനെ കൊല്ലണമെന്ന് അവർ കരുതി തന്റെ പിന്നിലുള്ള അമ്പ് അവരത് ഊരിയെടുത്ത് ആ ചെറുപ്പക്കാരന് നേരെ നാല് ഭാഗം തീറിപ്പാടി വരുന്ന അമ്പിനെ കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ താഴോട്ട് ചാടിയെന്ന് മാത്രമല്ല, തന്റെ പടവാള് കയ്യിലൂരി പിടിച്ച് 20ഓളം വരുന്ന യഹൂദികളോട് ഘോരമായ പോരാട്ടം നടത്തി അവരെ കൊന്നതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ഓർക്കൂല എന്ന പുരാനെ, ഇവരെന്തിനാണ് എന്നെ കൊല്ലാൻ വേണ്ടി വന്നു? ഞാൻ ആരെ ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞവനല്ല, ശല്യപ്പെടുത്തിയവനല്ല. എന്തിനാണ് ഇവരെന്നെ കൊല്ലുന്നു? ഏതാകട്ടെ, ഇനി ഞാൻ കാട്ടിലേക്ക് പോകുന്നില്ല, എന്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തന്റെ കുതിരയെ 2 അടിയതാ പിന്നോട്ടെടുത്തപ്പോ പിന്നിൽ നിന്നൊരു ശബ്ദം, ഏയ് നിൽക്കുമോ? ആ ചെറുപ്പക്കാരൻ നേരെ തിരിഞ്ഞപ്പോൾ ശബാനൊത്തെ മറഞ്ഞപ്പോൾ നളിർക്കലായേ നേരം ഉരകലായേ തുറമുറമേറ്റ് മാനീടും ഒരു ആശീരേ നീരാളി തുറമുറമേറ്റ് മാനീടും ഒരു ആശീരേ സുന്ദരനായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് കുതിരയെ നിർത്തി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഏകദേശം ഒരു 40-42 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, നല്ല മുഖച്ചായമുള്ള, മുഖത്തിൽ താടിയുള്ള, തലയിലേക്ക് തലപ്പാവ് കെട്ടി, ഒരു നീല ചുപ്പവും അണിഞ്ഞ് ഒരു സുന്ദരനായ ഒരാളിങ്ങനെ നിൽക്കുക. ആ ചെറുപ്പക്കാരൻ ഓടി അല്ല മോനെ, കാണാനും അഴകുള്ളവരാ, നീ ധീരനാണ്, നീ ശൂരനാണ്, നിന്റെ യുദ്ധം കണ്ട് ഞാൻ തന്നെ അപ്പന് പോയി. അതുകൊണ്ട് പൊന്നുമോനെ, എന്റെ മുഖത്തിൽ നീ കണ്ണ് വന്നത് മുതൽ ഇതുപോലെയുള്ള ഒരു സുന്ദരനെ ഈ ലോകത്തിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. നീ ആരാ? നിന്റെ പേരെന്താ? നിന്റെ നാടേതാ? നിന്റെ ഹാരെന്താ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ നാട് അടുത്ത് കാണുന്ന ഈ മക്ക. ഈ മക്കയിലുള്ള ഏറ്റവും വലിയ പോരിശയാകപ്പെട്ട തറവാടാണ് ഖുറൈശ്. തറവാടിന്റെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ ചെറിയ മകനാണ് ഞാൻ. എന്റെ പേര് അബ്ദുള്ള. ഖുറൈശി തലവനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള. നീയാണോ? ഞാൻ ആരാണെന്നറിയോ? ഇല്ല, ഞാൻ മദീനത്തിലെ സുഹൃ ഗോത്രത്തിലെ നേതാവായ വഹബാണ് എന്നൊക്കെ പറഞ്ഞ് 2 ആളും സലാം പറഞ്ഞ് അബ്ദുള്ള നേരെ വീട്ടിലേക്ക് വരുന്നു. വഹബ് നേരെ മദീനത്തേക്ക് എത്തിയതായ വഹബ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചു പറഞ്ഞു, എന്റെ പെണ്ണെ, ഞാൻ ഇന്ന് മക്കയുടെ ഭാഗത്തിലേക്ക് ഇങ്ങനെ പോയപ്പോ അവിടെ ഞാൻ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടു.
ധീരനാണ്, ശൂരനാണ്. അത് മാത്രമല്ല ഖുറൈശി തറവാട്ടിലുള്ള ഒരു കണ്ണിയാണ്. അവന്റെ പേര് അബ്ദുള്ള എന്ന ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു ശരിയായ മകളുണ്ടല്ലോ ആമിന. നമ്മുടെ ആമിനാനെ ചെയ്തു കൊടുത്താൽ എങ്ങനെ? പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, നേരെ മദീനത്തിൽ നിന്ന് വഹബ് മക്കയിലേക്ക് വരുന്നു. അബ്ദുൽ മുത്തലിബിനെ കാണുന്നു. അങ്ങനെ ഒരു സുപ്രഭാതം വരെ മദീനത്തിന്റെ സുഹൃത്ത് ഗോത്രത്തിലെ നേതാവായ വഹബിന്റെ പ്രിയപ്പെട്ട മകൾ ആമിന ബീവി, മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള, അവർക്കതാ ഒരു കല്യാണം നടന്നു. എങ്ങനെ? കല്യാണത്തിൽ അങ്ങനെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആമിന ബീബി റളിയല്ലാഹു അൻഹ രണ്ട് ആൾക്കാർക്കുള്ള കല്യാണമതാ കഴിഞ്ഞു. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, കല്യാണം കഴിഞ്ഞ് 2-3 മാസമായപ്പോ അബ്ദുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആമിയോട് പറഞ്ഞു, ആമിന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ അരുത് എന്ന് പറയരുത്. ആമിന ചോദിച്ചു, എന്താണ്? നിന്റെ കൈ അങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങനെ കയ്യെ പിടിച്ച് ശപഥം ചെയ്ത് അബ്ദുള്ള പറഞ്ഞു, ആമി, ഞാനെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കച്ചവടം ചെയ്യുന്നവനല്ല, ഞാൻ ഷാമിൽ കച്ചവടം ചെയ്യുന്നവനാ. നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ ഷാമിൽ നിന്ന് പെട്ടെന്ന് കച്ചവടം ചെയ്ത് ഇങ്ങോട്ട് വന്നത്. ഷാമി എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ കളിക്കുന്നത് പോലെയാ. മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയാൽ തിരിച്ചു വരുമ്പോൾ കൊല്ലങ്ങളോ മാളോ കഴിച്ചു പോകും. അതുകൊണ്ട് ആമിന, ഞാൻ ചില ആൾക്കാർക്ക് പണം കൊടുക്കാനുണ്ട്, ഹക്കടപാട് തീർക്കാനുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടുള്ളൂ. നീ വേദനിക്കരുത്. നീ ഇല്ലാത്ത ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളെ പോലെയാണ് എനിക്ക്. എങ്കിലും എനിക്ക് പോവാതെ പറ്റുകയില്ല. ഞാനൊന്ന് ഷാമിലേക്ക് പോയി വരാം. ഇത് കേട്ടപ്പോ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളില്ലാത്ത ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും പോലെ, ഓരോ മണിക്കൂറുകളും ഓരോ ദിവസങ്ങളെ പോലെ, ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളെ പോലെ, ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളെ പോലെ, ഓരോ മാസങ്ങളും ഓരോ കൊല്ലങ്ങളെ പോലെ. അത് മാത്രമല്ല, നമ്മുടെ വികാരങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല. അത് മാത്രമല്ല, ഞാനിപ്പോഴും 3 മാസത്തിന്റെ ഗർഭിണിയാണ്. എന്നെ വിട്ട് നിങ്ങൾ പോകുമ്പോ അൽഹംദുലില്ലാഹ്, ആണാകട്ടെ പെണ്ണാകട്ടെ നല്ല കുഞ്ഞിനെ അല്ലാഹു ഞങ്ങൾക്ക് തരും. ഏതായാലും ഞാൻ വരാം. മനസ്സില്ലാത്ത മനസ്സോടുകൂടെ അബ്ദുള്ള ഒട്ടകപ്പുറത്ത് കയറി നേരെ ഷാമിലേക്ക് യാത്ര പോയി. പ്രിയ സുഹൃത്തുക്കളെ, ഒരു മാസം കൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് അബ്ദുള്ള പോയത്. അങ്ങനെ അബ്ദുള്ള പോയി മാസം 3 കഴിഞ്ഞ് ആമിന ബീവി റളിയല്ലാഹു അൻഹ അബ്ദുള്ളാനെ ഇങ്ങനെ കാക്കപ്പുറത്ത് പടിയിൽ ഇരുന്ന് നോക്കാം. അബ്ദുള്ളയുണ്ടോ? ഇല്ല. 3 മാസം കഴിഞ്ഞ് അബ്ദുൽ മുത്തലിബ് തന്റെ അമ്മോഷൻ നമ്മുടെ പൂർവ്വത്തിൽ പറഞ്ഞാൽ മാപ്പിളന്റെ ഉപ്പ കാക്ക അല്ലേ തന്റെ പ്രിയപ്പെട്ട കാക്കയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള മകൾ 1 മാസം കൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് മാസമായല്ലോ, എന്തുകൊണ്ട് വരാത്തത്? ആമിന ദുഃഖിക്കരുത്. കച്ചവടത്തിന് പോയ ആളുകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു ദിവസം സമയം ആമിന ബീവി റളിയല്ലാഹു അൻഹ ദുഃഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓർത്ത് ആ വീട്ടിന്റെ മുറ്റത്തേക്ക് നോക്കുമ്പോഴേക്കാണ് ദൂരത്തിൽ ഒരു കുതിരക്കാരൻ ആമിന ബീവി ഓർത്തു, ഈ രാത്രി സമയത്ത് ഈ വഴിയിലൂടെ ഒരു കുതിരക്കാരൻ വരികയാണെങ്കിൽ അത് എന്റെ വീട്ടിലേക്കാണ്. പക്ഷെ എന്റെ വീട്ടിലേക്ക് ഈ സമയത്ത് വരികയാണെങ്കിൽ അതെന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അബ്ദുള്ളയാണ്. സന്തോഷത്തോടുകൂടെ കൈയിലൊരു വിളിപിടിച്ച് അബ്ദുൽ മുത്തലിബിനെ കൂട്ടി നേരെ വന്ന് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ ആ കുതിരക്കാരൻ അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ചെറുപ്പക്കാരൻ കുതിരയെ നിർത്തി താഴോട്ട് ഇറങ്ങി. ആമിന നോക്കി, അല്ല
ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇത് അബ്ദുൽ മുത്തലിബിന്റെ വീടാണോ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ശരി, ഞാനാണ് അബ്ദുൽ മുത്തലിബ്, ഇത് എന്റെ വീടാണ്. അബ്ദുള്ള നിങ്ങൾക്കുള്ള മകനാണോ? ആ സമയത്ത് ആമിന ചോദിച്ചു, അബ്ദുള്ള എന്റെ ഭർത്താവാണ്, ഇദ്ദേഹത്തിന്റെ മകനാണ്. അബ്ദുള്ളാനെ നിങ്ങൾ കണ്ടോ? ഒരു മാസം കൊണ്ട് തിരിച്ചു വരാൻ പോയപ്പോൾ മാസം 3 ഇതുവരെയും കാണുന്നില്ല. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, നിന്റെ ഭർത്താവ് അബ്ദുള്ള ഇനി വരാനില്ല. അബ്ദുള്ള വരുമ്പോ മദീനത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് അബ്ദുള്ള വഫാത്തായിരിക്കുന്നു. ഈ വരുന്ന സമയത്തിന് ഗർഭിണിയായ രണ്ട് ഒരു ഭാഗത്തേക്ക് വീണോ അബ്ദുൽ അബ്ദുൽ മുത്തലിബ് ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. ആമിനാന്റെ മുഖത്തേക്ക് പെട്ടെന്ന് പൊട്ടി കരയുമ്പോ അബ്ദുൽ മുത്തലിബ് കരയരുത്. പെട്ടെന്ന് ചോദിച്ചു, അല്ലത്തെ പ്രിയപ്പെട്ടവരെ, നിങ്ങളല്ലേ ഞാനങ്ങനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്കാണെങ്കിൽ കുറെ മക്കളുണ്ട്, അതിൽ ഒരു മകൻ മരിച്ചു പോയാൽ ബാക്കിയുള്ള തീർക്കും. പക്ഷേ എന്റെ ഭർത്താവാണ് നമ്മുടെ ആശകളെ തീർന്നു പോയിട്ടില്ല. എന്റെ നിക്കാഹിനായ ആ പുടത്തിന്റെ മടക്ക് പോലും മടങ്ങി പോയിട്ടില്ല, മാഞ്ഞു പോയിട്ടില്ല. എന്റെ കൈയിലേക്ക് ചായ പോലും അവിടുന്ന് മാഞ്ഞു പോയിട്ടില്ല. എന്റെ മണിയറയിൽ കെട്ടിയതായ ആഭരണങ്ങൾ പോലും തീർന്നു പോയിട്ടില്ല. അത് മാത്രമല്ല, ഞാനിപ്പോൾ 6 മാസത്തിന്റെ ഗർഭിണിയ. മാസങ്ങൾ കഴിയുമ്പോ ഞാൻ പ്രസവിക്കും. അതാണാകട്ടെ പെണ്ണാകട്ടെ, എന്നിട്ട് ആ കുഞ്ഞിനെ തന്റെ മടിയിലെടുത്ത് വളർത്തും. ആ കുഞ്ഞിക്കഥ ഒരു 1.5 വയസ്സ് പ്രായമാകുമ്പോ ആ കുഞ്ഞി എന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കും, എന്റെ ഉമ്മ, എന്റെ ബാപ്പ എവിടെ? എന്റെ ബാപ്പ ആരാണ് ചോദിച്ചാൽ ഞാൻ ആരാണ് കൈ ചൂണ്ടി കാണിക്കേണ്ടത്? അബ്ദുൽ മുത്തലിബ് പറ. ആ സമയത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ കരുത്തിന്റെ ആ കയ്യ് ആമിനാന്റെ തോളിൽ ആമി. ഇല്ല, ദുഃഖിക്കരുത്. തവക്കൽതു അലല്ലാഹ്, എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. കരഞ്ഞിട്ട് ഫലമില്ല. മരിച്ചാൾ ഒരു കാലത്ത് തിരിച്ചു വരൂല. നിന്റെ കുഞ്ഞി ആണാകട്ടെ പെണ്ണാകട്ടെ, അതിലേക്ക് വാപ്പയായിട്ട് ഉപ്പപ്പയായിട്ട് എല്ലാവുമായിട്ട് ഞാനുണ്ട്. സബൂർ ചെയ്യൂ. ആമീൻ. ആമിന റളിയല്ലാഹു അൻഹ സബൂർ ചെയ്ത് അങ്ങനെ 9 മാസം 9 ദിവസം അങ്ങനെ പൂർത്തിയായി. പരിശുദ്ധ ഹറമിന്റെ അടുത്തുള്ള ചെറിയ ഒരു ചെറ്റപ്പുര, ഒരു ചെറിയ ചെറ്റപ്പുര, അത് ബഹുമാനപ്പെട്ട അബ്ദുള്ളാന്റെ വീടായിരുന്നു. ആ വീട്ടിലത് ആമിന ബീവി കിടക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ 12ാമത്തെ ദിവസം തിങ്കളാഴ്ച സുബയോടടുത്ത സമയത്തിന് ഹറമിന്റെ അടുത്തുള്ള ചെറ്റക്കൂരയിൽ വെച്ചിട്ട് ആമിന ബീവി പ്രസവിച്ചു. ഒരു സുന്ദരനായ ആണുകിടാവ്. അൽഹംദുലില്ലാഹ്. അതാരായിരുന്നു? റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി പ്രസവിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി വാപ്പാനെ കണ്ടിട്ടില്ല. യതീമായി വളർന്ന നബി കൊല്ലങ്ങൾ കഴിയുമ്പോ ആമിന റളിയല്ലാഹു അൻഹ വഫാത്തായി. ഉമ്മയും ഉപ്പയില്ലാതെ അനാഥനായി യതീമായ വളർന്ന നബിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ നാട്ടിലുള്ള കുട്ടികളെ പോലെ, നമ്മളെ കുട്ടികളെ പോലെ
നമ്മളെ കുട്ടികളുടെ അവസ്ഥ എന്ത്? യതീം. യതീം എന്ന് പറഞ്ഞാൽ നേരത്തേക്ക് വിട്ട ആട് പോലെയാണ്, ചോദിക്കാൻ ആളില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോളാം. അങ്ങനെയല്ല. നമ്മളെ കുട്ടികൾ എങ്ങനെ റസൂലുള്ള യതീമായി ജനിച്ചാലും നാട്ടുകാർ വിളിച്ചത് അൽ അമീൻ, സത്യസന്ധൻ, കളവ് പറയാത്തവൻ. ഇതെങ്ങനെയാണ്? ഇപ്പൊ നമ്മൾക്കുള്ള ചില മക്കൾക്ക് ഒരു പിരാന്തുണ്ട്, പാട്ട് പിരാന്ത്. ആദ്യം ഒന്നിന് ഗതിയില്ലാത്തപ്പോ കഥാപ്രസംഗം പിരാന്ത്, കുറച്ച് ഗതിയായപ്പോ ട്രാക്ക് പിരാന്ത്, പിന്നെ ദപ്പ് പിരാന്ത്, പിന്നെ തുള്ളുന്ന പിരാന്ത്, പിന്നെ അവസാനം മനസ്സിൽ പിരാന്ത്. ഇങ്ങനെയൊക്കെയായി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സാധാരണ ഉള്ളതാണ്. ഇതിനിടയ്ക്ക് ഒരു ചെക്കൻ മദ്രസയിലേക്ക് വരാതെ 6 മാസമായി. സദർ ഉസ്താദ് പടിയും പിടിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കാം. ഒരു ദിവസം ഈ പാട്ട് പിരാന്തനാണ്. ഈ ചെറുപ്പക്കാരൻ ചെക്കൻ അങ്ങനെ ഓടി വന്ന പുസ്തകം ചെക്കൻ നിന്ന്, എന്തിനാ മോനെ നിന്റെ പേര്? അപ്പൊ പറയാ, എന്റെ പേരാ ആശിഖ് ബാനായാ ഹോ, ആശിഖ് ബാനായാ ഹോ അപ്നെ. പുരുമുരുത്തം കേട്ടോനെ, നീ ആശിക്ക. നിന്റെ ഉപ്പ? എന്റെ ഉപ്പയാ. അമ്മാദേ അമ്മാദേ ലഡ്കാ ബഡ്കാ അമ്മാദേ. ഓ, നീ അമ്മദിന്റെ മോനെ. നിന്റെ ഉമ്മ? എന്റെ ഉമ്മ ആമിന ആമിന വക്കാ വക്കാ ആമിന വക്കാ. നീ ആമിനാന്റെ മോനെ. ശരി. നിന്റെ പൊര? എന്റെ പൊരയാ. ഓ, ദാട ഉസ്താദ് കോളവേരി കോളവേരിടി. ഗുരുഗുരുത്തം കെട്ടവൻ നീ മാത്രം മദ്രസ വന്നത് പോരാ. നിന്റെ ഉപ്പാനെ നിന്റെ ഉമ്മാനെ കൊണ്ട ചക്കന് ഒന്നടിച്ചപ്പോ ചക്ക ഓടി പാടാ. ഉസ്താദേ, ഡാഡി മമ്മി വീട്ടിലില്ല, മൈക്കവറ് വന്നിട്ടില്ല, ഓട പോയി ഹാലാക്കായി അറിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ മക്കൾക്കുള്ള ഹാല. ഏതാകട്ടെ, ആ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ വളർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായി. 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നുബുവത്ത് കൊടുത്ത് റസൂലുള്ള നബിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മക്കയിലേക്ക് വന്ന് എന്നിട്ട് മക്കക്കാരോട് വിളിച്ചു പറഞ്ഞു, മക്കക്കാരെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. പൂണുകൂടാണ് നിർത്തപ്പെട്ട ഈ ആകാശത്തിനെയും കോടാനകോടി കോടിക്കലുള്ളതായ നക്ഷത്രങ്ങളെയും വെള്ളമുത്തുകൊണ്ട് വടക്കപ്പെട്ട അർശിനെയും കുറുസിനെയും തായോട്ട് നോക്കുമ്പോൾ പച്ചപ്പടം പിടിച്ചതുപോലെയുള്ള വിശാലമാകപ്പെട്ടതായ ഈ ഭൂമണ്ഡലത്തിനെയും അതിന്റെ അകത്ത് ഉയർന്നതായ വലിയ വലിയ പർവ്വതങ്ങളും ആ പർവ്വതത്തിനകത്തുള്ള വലിയ വലിയ പാറക്കല്ലുകളും ആളിക്കല്ലുന്ന ജഹന്നമിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞപ്പോ അതിന്റെ കണ്ണിന്റെ നീരായി വലിച്ചു വരുന്ന ചെറിയതായ കളികൾ വന്നുകൂടുന്ന തോടുകൾ വന്നുകൂടുന്ന ചാലുകൾ മൊത്തം വന്നുകൂടുന്ന ഹാർട്ടടിച്ച് ുള്ളതായ കടലുകൾ എല്ലാത്തിനെയും പഠിച്ച തമ്പുരാനായ റബ്ബ് ഒരുത്തൻ മാത്രമാ. അവനാണ് അല്ലാഹു. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതുകൊണ്ട് മക്കക്കാരെ, നിങ്ങളൊന്ന് പൊട്ടിക്ക്. ഒരു നായ വന്ന് കാലിങ്ങനെ പൊട്ടിച്ചിട്ട് ഹി എന്ന് മുദ്രിച്ച ഹേ എന്ന് പോലും തട്ടിക്കളയാൻ സാധിക്കാത്ത ഈ കല്ലല്ല അല്ലാഹു. രാജാതിരാജനായ റബ്ബ് ഒരുത്തൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഈ ശബ്ദം കേട്ടപ്പോഴേക്കാണ് അതുവരെയും അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന മക്കക്കാർ, പ്രത്യേകിച്ചിട്ട് അവർക്കുള്ള കൂട്ടത്തിലുള്ള ദുഷ്ടരായ അബൂ ജഹൽ, അവൻ കല്ലറാണ്, അടിക്കുന്നവര് കല്ല്. റസൂലുള്ളാഹിക്ക് അവർ കല്ലെറിഞ്ഞു, ആക്രമിച്ചു, ബുദ്ധിമുട്ടിച്ചു. ഏതായാലും റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി, ഇങ്ങനെയുള്ള സ്വഹാബത്തൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ആ സമയത്തിലാണ് അബൂ ജഹൽ പറഞ്ഞു, ഇല്ല, മുഹമ്മദിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. അതിനുവേണ്ടി ദാറുൻ നദ്വ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ ഒരു യോഗം വിളിച്ചു. എങ്ങനെ? നേരത്തെ ജനലവൻ പറഞ്ഞിടുന്നേ, മസ്മത്തോടിച്ച് വന്നേ, ഹാമിദ് നബിയോരെ സൂരത്തോവാനവർ തോന്നേ. തിരുവിളിയിൽ തിന്നിടുന്നേ, നേരത്തിൽ ജനലവൻ പറഞ്ഞിടുന്നേ, മക്കളോടിച്ച് വന്നേ, ഹാമിദ് നബിയോരെ സൂരത്തോവാൻ അവർ തോന്നേ. ഉത്ബത്ത് ശൈബത്ത് അസ്വദ് അപ്പോൾ അമ്രത് കേട്ട് ചൊല്ലിടലായി, ലഅനത്തേറും മൽഊനിന്റെ കൗലി ശരിയ പേശിടലായി. ഉത്ബത്ത് ശൈബത്ത് അസ്വദ് അപ്പോൾ അമ്രത് കേട്ട് ചൊല്ലിടലായി, ലഅനത്തേറും മൽഊനിന്റെ കൗലി ശരിയ പേശിടലായി. ഒരുങ്ങിട
നീടുന്നേ അവരോരു നീടുന്നേ ഒളിവർ നബിയോരെ തിരതിയിൽ അണഞ്ഞിടുന്നേ തിരുതിയിൽ തിങ്ങിടുന്നേ നേരത്തിൽ ജാലവൻ പറഞ്ഞിടുന്നേ മക്കത്തോടിച്ചേ വന്നേ ഹാമിദ് നബിയോരെ ചുരത്തോവാൻ അവർ തുണഞ്ഞേ. ദാറുന്നദുവിൽ നിറയെ ഖുറൈശികളാണ്. ഒരു ഭാഗത്തിൽ നിന്ന് ആ സ്റ്റേജിലേക്ക് ദുഷ്ടനായ അബൂജാഹിൽ മെല്ലെ കയറി അങ്ങോട്ട് വന്ന് ആ കസാലൊക്കെ വലിച്ച് അവിടെ ഇരുന്ന് എന്നിട്ട് അബൂജാഹിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ്, കുട്ടന്റെ വിത്ത്, മകന്റെ വിത്ത്, ഇങ്ങനെയുള്ള ഒരു ജാതി വിത്തുകൾ. അബൂജാഹിൽ പറഞ്ഞു, കൂട്ടുകാരെ, നമ്മുടെ നാട്ടിലേക്ക് ഒരു പ്രവാചകൻ വന്നില്ല, കള്ളപ്രവാചകൻ. ആ പ്രവാചകൻ പറയുന്നത് ഞങ്ങളും ഞങ്ങൾക്കുള്ള വാപ്പന്മാരും വാപ്പാടെ വാപ്പയും മാറതിരുന്ന ആ കല്ലുകളല്ല അള്ളാഹു ഒരുത്തനുണ്ട്. കണ്ണില്ലാതെ കാണുന്നവൻ, കണ്ണുകൂടാതെ കാണുന്നവൻ, ചെവിയില്ലാതെ കേൾക്കുന്നവൻ, കൈയില്ലാതെ നൽകുന്നവൻ, ഒരു തലയും പാലില്ലാത്ത ഒരു റബ്ബുണ്ടെന്ന് മുഹമ്മദ് പറയുന്നില്ലേ? ആയതുകൊണ്ട് ആ മുഹമ്മദിനെ വിട്ടുകൂടാ. വിട്ടാൽ നമ്മൾക്ക് പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനായ, ഏറ്റവും വലിയ പണക്കാരനായ സുദീഖ് ആ മുഹമ്മദിന്റെ സിഹറിൽ കുടുങ്ങി. ധീരനായ ഉമർ മുഹമ്മദിന്റെ പിന്നിലായി, ഉസ്മാനായി. ഇനിങ്ങനെ വിടരുത്, മുഹമ്മദിനെ കൊല്ലണം. എങ്ങനെ കൊല്ലും? അപ്പോൾ അവിടെയുള്ള പല ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കാണ് ഒരു ഭാഗത്തിൽ നിന്ന് ദുഷ്ടനായ ഇബ്ലീസ് ആ മജ്‌ലിസിലേക്ക് കടന്നു വന്നു. ഒരു നീള താടിയോ ഒരു നീള കുപ്പായവും കയ്യിലൊരു അസാണഞ്ഞാനേ. ദൂരത്തിൽ നിന്ന് ആ ദാറുന്നദുവ മജ്‌ലിസിലേക്ക് ദുഷ്ടനായ ഇബ്ലീസ് വരുന്ന കോലം. ആ വലുതായ നിസ്കാരത്തിന്റെ തയമ്പ് നമ്മുടെ സ്പീക്കറിന്റെ സ്പീക്കർ പോലെയുണ്ട്. കയ്യിലൊരു തസ്ബീഹിന്റെ മാലയുണ്ട്, 600. അതെന്ന് പറയുന്ന തസ്ബീഹ് ഏതാണെന്നറിയോ? ഇന്ന് ചില ആൾക്കാർക്കുള്ള തലപ്പാവും വലിയതായ താടിയും അവർക്കുള്ള ഷർട്ടും കോട്ട് കണ്ടാൽ, കയ്യിലുള്ള തസ്ബീഹ് മാല കണ്ടാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇബ്ലീസിന്റെ കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടായിരുന്നു. എല്ലാ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചിലതൊക്കെ സുബ്ഹാനല്ലാഹ്. നേരെ അങ്ങോട്ട് വന്ന് എന്നിട്ട് അബൂജാഹിലിനോട് പറഞ്ഞു, മോനെ. ഇത് കേട്ടപ്പോ അബൂജാഹിൽ ഒരു ഞെട്ടി ഉണർന്ന്, ഇതാരാണ് ഈ ഉപ്പാപ്പ? നിങ്ങൾക്കുള്ള പേരെന്താ? ഇത് കേട്ടപ്പോ ഇബ്ലീസ് പറഞ്ഞു, എന്റെ പേര് പിന്നെ ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതായ ഈ ഒരുക്കം അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരുക്കമാണ്. മുഹമ്മദിനെ കൊല്ലാനല്ലേ? ഞാനൊരു ഹിക്മത്ത് പറഞ്ഞു തരാം. നിങ്ങൾ ആരെ കൊണ്ട് മുഹമ്മദിനെ അങ്ങനെ കൊല്ലാൻ വേണ്ടി സാധ്യമല്ല. ഇതിലുള്ള ചെറുപ്പക്കാരൊന്ന് തയ്യാറാക്കിയിട്ട് ഒരു കമ്മിറ്റി റെഡിയാക്കണം. ഏത് കമ്മിറ്റി? ഏതാവട്ടെ, പല കമ്മിറ്റി ഉണ്ടല്ലോ. ചെറുപ്പക്കാർക്ക് നല്ല വണ്ണം കള്ളു കുടിപ്പിച്ച് അവർക്ക് നല്ല നല്ല മൂർച്ചയുള്ള കടാരം അഥവാ വാളുകൾ കൊടുക്കണം. മുഹമ്മദ് ഇന്ന് രാത്രി പരിശുദ്ധ ഹറമിനകത്തുള്ള ആ ചെറിയതായ തെറ്റപ്പുരയിൽ ഉറങ്ങുകയാണ്. രാത്രി സമയം വീടിന് ചുറ്റും വിളയണം. രാവിലെ മുഹമ്മദ് ഇറങ്ങുമ്പോൾ തുണ്ടമാക്കി ഈ അറേബ്യൻ കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങൾക്ക് മുഹമ്മദിന്റെ ഇറച്ചിനെ ഭക്ഷണമാക്കി എറിയണം. ഇത് കേട്ടപ്പോ അബൂജാഹിൽ സന്തുഷ്ടനായി. റെഡി. എന്നാൽ നിങ്ങൾക്കുള്ള പേരെന്താ? എന്റെ പേരാ അബുൽ ഫിത്ന. ഫിത്നാന്റെ ഉപ്പ. നിങ്ങൾക്കുള്ള നാട് ഏതാ? എന്റെ നാട് അറളുള്ള. അതെവിടെ? ബാംഗ്ലൂരിലാണ്. സഹസ്രമായി പൗക്കല്ലറത്. എന്നാൽ ഞാൻ പോവാ പോലെ. നിങ്ങൾ പോയാൽ വിളിച്ചു കിട്ടുന്ന നമ്പർ ഉണ്ടാ? എന്റെ റിലേഷനിലേക്ക് വിളിച്ചാൽ മതി. 103. 103 എന്ന് പറഞ്ഞാൽ ആരും വിളിക്കണ്ട, ആംബുലൻസ് വരും. 103 എന്ന് പറഞ്ഞാൽ അബൂജദിന്റെ കണക്ക് പ്രകാരം ഇബ്ലീസിന്റെ നമ്പറാണ്. അങ്ങനെ ഇബ്ലീസ് പോവലോടുകൂടെ ദുഷ്ടനായ അബൂജാഹിൽ ചെറുപ്പക്കാരെ റെഡിയാക്കി അവർക്ക് റാഹത്തായിട്ട് കുടിക്കാൻ കള്ളു കൊടുത്ത് നല്ല മൂർച്ചയുള്ള വാളുകളെ കൊടുത്ത് രാത്രി സമയത്ത് ആ കള്ളു കൊടുത്തതായ മുറിച്ച് ചെറുപ്പക്കാർ കയ്യിലത നല്ല തിളകൊണ്ട വാളും പിടിച്ചിട്ട് പാട്ടും പാടി ഇങ്ങനെ നടക്കുക. കള്ളു കൊടുത്തവർ എങ്ങനെയാണ് നടക്കുക?
ഷീബിയിൽ ഇമാം പറഞ്ഞത് അലിഫ് ലാം എഴുതിയതുപോലെ എത്ര വലിയ ടാങ്കറിന് ഹൈവേ മതിയാവും, പക്ഷേ കള്ള് കുടിച്ചവർക്ക് മതിയാവൂല. അവർ പാട്ടും പാടി നടന്നു. രാത്രി സമയം 12 അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മ തന്നെ പ്രസവിക്കപ്പെട്ട അതേ പരിശുദ്ധ ഹറമിനടുത്തുള്ള ചെറിയതായ തെറ്റക്കൂരയിൽ കിടന്നുറങ്ങുകയാ. ചെറുപ്പക്കാർ ചുറ്റുഭാഗം വാളും പിടിച്ച് ഒരുമിച്ച് കൂടി ഓരോന്നിനും നന്നാലായി കാണും. ഇതിന്റെ അടുത്ത് സീക്കുണ്ടായി. എന്ത് നോക്കിയോ ഡബിൾ കാണും. ഹംസ മൊയ്ലാരെ നോക്കിയാലും ഡബിൾ, ഷിഹാബിനെ നോക്കിയാലും ഡബിൾ, സാബിത്തിനെ നോക്കിയാലും ഡബിൾ. അങ്ങനെ പല സിസ്റ്റം, പല കമ്പ്യൂട്ടർ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഏതായാലും നോക്കുമ്പോൾ 2 കാണും. പൈസ മാത്രം സിംഗിൾ കാണും. നോട്ട് ഒന്നും കേട്ട 1000 കാണുന്നു, 2000 കാണുന്നില്ല. അങ്ങനെ ഒരുത്തം പറഞ്ഞ ഒരു ഐഡിയ ആക്കി. ഒരു ഡാക്ടറിന്റെ ബയസ്തര, അയാൾക്ക് പിന്നെ ക്ലിനിക്കൊന്നും ഇല്ല. പൊരയിൽ രാവിലെ ബിയ്യം പോകണം, അല്ലെങ്കിൽ പ്രശ്നം. ബിയ്യം പോയിട്ട് എന്താക്കണം, മരുന്ന് ചോദിച്ചാൽ 10 മണിക്ക് പോയാൽ 10 മണിക്ക് പോകണ്ട. അല്പം അയാൾ കുടിക്കലുണ്ട്, പിന്നെ നീ പോകണ്ട. ഏതാവട്ടെ ഇവന് പോയിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ ഡാക്ടർ 200 ഇട്ടിട്ടുണ്ട്. കള്ള് മുംബൈ ഡോക്ടർ ബയസ്തര ഡോക്ടർ വന്ന് നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ മോനി ഇരുന്ന് ഡോക്ടർ ചോദിച്ചാൽ എന്താ മോനെ വരാനുള്ള കാരണം? ഇവനും പറഞ്ഞു എനിക്കൊരു രോഗമാണ്. എന്താ രോഗം? എനിക്ക് എന്ത് നോക്കുമ്പോൾ 2 ആയിട്ട് കാണുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചാൽ നിനക്ക് ഒരുത്തനല്ലേ? അതെ. പിന്നെ എന്തിനാ നിങ്ങൾ 4 ആൾ വന്ന് നോക്കുമ്പോൾ ഡോക്ടർക്ക് 4 ആയിട്ട് കാണുകയാണ്. ഇതാണ് കള്ളിന്റെ പവർ. ഒന്നിനെ 4 ആയി കാണുന്ന ഈ കള്ളു കുടിച്ച് ചെറുപ്പക്കാർ വീട്ടിന്റെ ചുറ്റുപാകെ ഇരുന്ന് ആ ചെറ്റയുടെ ഓട്ടയോട് കൂടെ ഇങ്ങനെ നോക്കാം. മുഹമ്മദ് കിടന്നിട്ടുണ്ട്, ഞാൻ ചക്ക മുറിക്കും, ഞാൻ മൂക്ക് മുറിക്കും, കൊന്നതിന് ശേഷം ഞാൻ കള്ള മുറിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് നല്ലതായ തണുത്തതായ കാറ്റ് ആ മറുഭൂമിയോടുകൂടെ ആ ചെറുപ്പക്കാർ വാളും പിടിച്ചിരിക്കുക. ആ സമയത്തിലാണ് മുഖറബുൽ ഇറങ്ങി വരുന്നു. കിടന്നിട്ട് അതേ പ്രവാചകരെ, ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ നിങ്ങൾക്കുള്ള നിങ്ങൾ കിടന്നതായ കിടപ്പിൽ അവിടെ അലി ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹുവിനെ കിടത്തി. എന്നിട്ട് സിദ്ദീഖ് തങ്ങളെയും കൂട്ടി വീട്ടിൽ ഇങ്ങനെ പുറത്തു വരുമ്പോ കള്ളു കുടിച്ച ചെറുപ്പക്കാർ 1 എന്ന് പറഞ്ഞു വാളും പിടിച്ചിങ്ങനെ ഇരിക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഇത്തിരി പൊടിമണ്ണ വാരി അഥവാ മണൽ തരികള വാരി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പുതിയ വാരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവരെ മുഖത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ കണ്ണിലേക്ക് വീണ് ഒരുത്തൻ പറഞ്ഞ കണ്ണിലേക്ക് പോയി വീണ് ഊതുക. അങ്ങനെ ഊതാൻ തുടങ്ങി. ഒരുത്തന്റെ കണ്ണ്, ഒരുത്തൻ മറ്റവന്റെ കണ്ണ്, മറ്റവൻ അങ്ങനെ കൊത്തു കമ്മിറ്റിയായിട്ട് ഊതു കമ്മിറ്റിയായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കൂട്ടിക്കൊണ്ട് നേരം മദീനയിലേക്ക് എത്തുമ്പോൾ മദീനക്കാരായ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറുപ്പക്കാർ റസൂലുള്ളാഹിനെ സ്വാഗതം പാട്ടും പാടി വരവേറ്റു. എങ്ങനെ ശിഹാബ് അഹദകെ അന്ദർ മുഹബ്ബത് കാ മീം ഹൈ, अहदे अंदर मोहब्बत का मीम है, अकरमुल खल्क़ी मुहम्मद का नाम है, सल्लल्लाहु अलैहि वसल्लम जिंदाबाद, सल्लल्लाहु अलैहि वसल्लम जिंदाबाद। अहदे अंदर मोहब्बत का मीम है, अकरमुल खल्क़ी मुहम्मद का नाम है, सल्लल्लाहु अलैहि वसल्लम जिंदाबाद, अलैहि वसल्लम जिंदाबाद, सल्लल्लाहु अलैहि वसल्लम जिंदाबाद, सल्लल्लाहु अलैहि वसल्लम जिंदाबाद। प्यार तुम्हें हो सदा, नूर तुम्हें हो मुक़द्दर, प्यार तुम्हें हो सदा, नूर तुम्हें हो मुक़द्दर। आमीना का प्यारा आँखों के तारा, आमीना का दिल का प्यारा आँखों के तारा। हबीबे खुदाई है
जन्नते मकाम है हबीबे खुदाई है जन्नते मकाम है सल्लल्लाहु अलैहि वसल्लम जिंदाबाद सल्लल्लाहु अलैहि वसल्लम जिंदाबाद अहद के अंदर मोहब्बत का मीम है अकरमुल खल्क़ी मोहम्मद का नाम है सल्लल्लाहु अलैहि वसल्लम जिंदाबाद सल्लल्लाहु अलैहि वसल्लम जिंदाबाद सल्लल्लाहु अलैहि वसल्लम जिंदाबाद सल्लल्लाहु अलैहि वसल्लम जिंदाबाद അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വാഗതം പാട്ടുകൾ പാടിട്ടാണ് മദീനക്കാരങ്ങോട് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. എന്നാലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും മദീനത്തേക്ക് ഹിജ്റ പോകലോടുകൂടെ മക്കയിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും കൂട്ടവുമായിട്ടാ മദീനത്തേക്ക് എത്തുന്ന സ്വഹാബത്ത്. എന്നാലോ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വന്ന സ്വഹാബികളുടെ പേരാണ് മുഹാജിർ. അതേ സമയത്ത് മദീനക്കാരായ സ്വഹാബത്ത് മക്കയിൽ നിന്ന് വന്ന മുഹാജിറായ നബിനെയും സ്വഹാബികളെ സ്വീകരിച്ച മദീനക്കാരായ സ്വഹാബത്തിന്റെ പേരാണ് അൻസ്വാരികൾ. അൻസ്വാരികളായ സ്വഹാബത്ത് മക്കക്കാരായ പരദേശികളായ നാട്ടുകാരായ മക്കക്കാരായ സ്വഹാബത്ത് വന്നപ്പോ അവരെ കൊണ്ടുപോയി തിന്നാൻ ഭക്ഷണം കൊടുത്തു, കുടിക്കാൻ വെള്ളം കൊടുത്തു, ഉടുക്കാൻ വസ്ത്രം കൊടുത്തു, ഇരിക്കാൻ വീട് കൊടുത്തു, പെണ്ണില്ലാത്തവർക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് അങ്ങനെ സുന്ദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ മദീനത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൊടുപ്പോ ആദ്യമായിട്ട് റസൂലുള്ള മദീനത്തിൽ ചെയ്ത പണി എന്താണെന്നറിയോ? നല്ല ഒരു പള്ളി. നമ്മൾക്കൊക്കെ പള്ളി കെട്ടണമെങ്കിൽ എത്ര മീറ്റിംഗ് വിളിക്കേണ്ടി വരും, എത്ര കലക്ഷൻ നടത്തേണ്ടി വരും, പകുതി വെക്കേണ്ടി വരും, പകുതി കൊടുക്കേണ്ടി വരും. മുഞ്ഞാന്നെ ഒരാൾ ചോദിച്ചു, ഉസ്താദ് യതീമിനെ സഹായിച്ചാൽ എന്താണ് കൂലി? ഞാൻ ചെല്ല 50 രൂപ. അതെങ്ങനെ ചോദിച്ചു? അല്ല 100 രൂപ കിട്ടിയെങ്കിൽ 100 രൂപ എത്തി, പിന്നെ 100 രൂപ വിളകി. എന്നാലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായിട്ട് മദീനത്ത് വെച്ചിട്ടൊരു പള്ളി കെട്ടി. എന്നിട്ട് ആ പള്ളിയുടെ ഇമാമാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു പള്ളിയിൽ ഒരു ഖതീബ് ഒരു ഇമാം ഇരിക്കുമ്പോ അവിടെ ഒരു മുഅദ്ദിൻ വേണം, ഒരു മുഖ്രിക്ക വേണം. എന്നാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയുടെ കരുത്തനായ മുഅദ്ദിൻ ഹസ്രത്ത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരു ദിവസം സുബഹിന്റെ അല്ലാഹുവിന്റെ റസൂൽ ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബിലാൽ, ബാങ്ക് കൊടുക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്സലാത്തു ഖൈറുൻ الصلاة خير من النوم. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ ബാങ്കിന്റെ ആ ശബ്ദം മദീന നാട്ടിലാകെ ആഞ്ഞു വീശിയപ്പോ മദീന ചുറ്റുഭാഗത്തുള്ള എല്ലാ സ്വഹാബത്തുൽ കിറാം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട സ്വഹാബികൾ എങ്ങനെയാണ് പള്ളിയിലേക്ക് വരിക? എന്റെ പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാൻ ഏത് ഭാഷയിൽ പറയും? നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഹയ്യാല സ്വലാ, ഞാൻ അങ്ങോട്ട് ഇല്ലളാ എന്ന് പള്ളിന്റെ മുറ്റത്ത് ഓടുന്നവരാ. അതേ സമയത്ത് സ്വഹാബത്ത് എങ്ങനെയാണ് പള്ളിക്ക് വന്നത്? 60 സ്പീഡ് അല്ല, 120 അല്ലെങ്കിൽ 700 അല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുനാമി വന്നതുപോലെ. എങ്ങനെയാ സുനാമി എന്ന് പറഞ്ഞാൽ? സുനാമി ബസ്സല്ല. സുനാമി എന്ന് പറഞ്ഞാൽ ഹാർത്തടിച്ച് തിരമാലകൾ കോപ്പിച്ചിങ്ങോട്ട് പോടാൽ ഓരോരുത്തരും കൊണ്ടുപോകും. സുനാമി വരുമ്പോ ആരും നോക്കുകയില്ല. എന്നാൽ സ്വഹാബികൾ ഏത് പണിയിലാകട്ടെ, ഏത് ധൃതിയിലാകട്ടെ, ഏത് ജോലിയിലാകട്ടെ, പള്ളിയിൽ നിന്ന് വാങ്ങ് കേട്ടാൽ അപ്രകാരമാണ് അവർ മുന്നോട്ട് പള്ളിക്ക് പോകുക. എല്ലാ സ്വഹാബത്ത് പള്ളിയിലേക്ക് വന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ വെച്ചിട്ട് അല്ലാഹു അക്ബർ. അതിന്റെ പിന്നിൽ വന്നരായ സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുബ്ഹിന്റെ നിസ്കാരം കഴിഞ്ഞ് അല്പം ഖുർആനൊക്കെ കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ
സ്വഹാബികൾ ആരും പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയില്ല. എല്ലാവരും പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കും. എന്തിനു വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പ്രസംഗം കേൾക്കാൻ, റസൂലുള്ളാഹിന്റെ വഅദ് കേൾക്കാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഉപദേശം കേൾക്കാൻ മദീനത്തെ പള്ളിയിൽ അതാ എല്ലാ സ്വഹാബികളും ഇൽമിന്റെ മജ്ലിസ് ഇങ്ങനെ ഒരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ മിഹ്റാബിന്റെ അടുത്ത് വന്ന് എന്നിട്ട് സ്വഹാബികളെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രസംഗം തുടങ്ങി. എങ്ങനെ? ഈ സുന്ദരമാം ഹരിതരിതേളുകൾ സ്നേഹിതരേ സോദരരേ കേട്ടിടുവിങ്ങൾ. ഈ സുന്ദരമാം ഹരിതം കേളുകൾ. സജ്ഞനധീര മഹദീയ നീങ്ങൾ ഗൗരവത്തായ കബുലാക്ക്. സജ്ഞനധീര മഹദീയ നീങ്ങൾ ഗൗരവത്തായ കബുലാക്ക്. സ്വർഗീയ തോപ്പിലെ റാണിയ ഫാത്തിമ ബീവിത്തൻ പിൻഗാമിയാക്ക്. സ്വർഗീയ തോപ്പിലെ റാണിയ ഫാത്തിമ ബീവിത്തൻ പിൻഗാമിയാക്ക്. സർവരും നന്മയിലായി നിറവേറാൻ സ്വമതായതനിൽ നീ കേള്. സ്നേഹിതരേ സോദരരേ കേട്ടിടുവിങ്ങൾ. ഈ സുന്ദരമാം ഹരിതം കേളുങ്ങൾ. സ്നേഹിതരേ സോദരരേ കേട്ടിടുവിങ്ങൾ. ഈ സുന്ദരമാം ഹരിതം കേളുങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് മുന്നിൽ പ്രസംഗം തുടങ്ങി. എന്തായിരുന്നു പ്രസംഗം? ആ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങിയപ്പോ എല്ലാ സ്വഹാബികൾക്കുള്ള മുഖത്ത് നല്ലൊരു പുഞ്ചിരി. അത് ശിഹാബും ചിരിക്കും, സാബിത്തും ചിരിക്കും, ചിരിക്കാത്തോറും ചിരിക്കും. ചില ആൾക്കാർ കരഞ്ഞു. അങ്ങനെയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങിയതായ വഅദ് അത് സ്വർഗമായിരുന്നില്ല, നരകമായിരുന്നില്ല, ഖബറായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ കല്യാണം കഴിക്കണം. ഇത് കേട്ടപ്പോൾ ഒരാളെന്താക്കും? ചിരിക്കും. കല്യാണം കഴിച്ചവർ കരയും. വേണ്ടായിരുന്നു. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കൾ, ആരും കരയണ്ട. കല്യാണം എന്നുള്ളത് റസൂലുള്ളാഹിന്റെ ഒരു തിരുസുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കല്യാണം കഴിച്ചാൽ യാതൊരു ടെൻഷനുമില്ല. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? സ്വഹാബത്തെ നിങ്ങൾ കല്യാണം കഴിക്കണം. അധികം നീണ്ടോടെ തന്നെയും കെട്ടണ്ട, അധികം കൂറിയോടെ തന്നെയും കെട്ടണ്ട. ശിഹാബിന്റെ പോലെയുള്ള പൊക്കമുള്ള മനുഷ്യൻ ഇവന്റെ പോലെയുള്ള കുള്ളത്ത് പെണ്ണിനെ കെട്ടണ്ട. എന്റെ പോലെയുള്ള കുള്ളനായ മനുഷ്യൻ നിന്റെ പോലെയുള്ള പൊക്കമുള്ള പെണ്ണിനെ കെട്ടണ്ട. സ്വാലിഹായ പെണ്ണിനെ കെട്ടിക്കോ സുഹാബ. സിംഫാനി മിൻ ഉമ്മത്തിലം മറൗമാ ഖൗമുൻ വഅബുൻ സിയാതുൻ കാദിനാതുൽ ബക്കർ അസിയാതുൻ നാരിയാതുൻ മായിലാതുൻ മുമീല ബുഹൂഹുന്ന കാസലമതു ബുഹുൽ മായില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുഹാബ, സ്വാലിഹായ പെണ്ണിനെ നീ കല്യാണം കഴിച്ചോ, ഖൈറായ പെണ്ണിനെ നീ കല്യാണം കഴിച്ചോ. അധികം ചുരുങ്ങിയതായ മഹർ വാങ്ങുന്ന പെണ്ണാണ് നിങ്ങളിൽ ഖൈറായ പെണ്ണ്. ആരംഭ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുഹാബത്തെ കല്യാണം കഴിച്ചോ, സ്വാലിഹായ പെണ്ണ് കഴിച്ചോ. ഭർത്താവില്ലാത്ത സമയത്തില് മറ്റവനെ തന്റെ മണിമാടിയിലേക്ക്, തന്റേതായ മണിയറയിലേക്ക് കൈമാടി വിളിക്കുന്ന പെണ്ണിനെ നീ കൈക്കണ്ട. ഭർത്താവേ നീ പൊരക്കിറ, ഞാനൊന്ന് ഉറൂസിന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് നീ ആരോടുകൂടെ പോകും? അത് എന്റെ കുഞ്ഞപാന യളാപാന്റെ മോനല്ലേ, മോനെന്റെ ബന്ധുവല്ലേ എന്ന് പറഞ്ഞിട്ട് കിട്ടിയതായ ചെറുപ്പക്കാരോടുകൂടെ ഉറൂസ് പാട്ടു എന്ന് ആകെ നട്ടം തിരിയുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കല്യാണം കഴിച്ചാൽ പോരാ, അധികം പ്രസവിക്കുന്ന പെണ്ണിനെ നീ കല്യാണം കഴിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, നമ്മളിൽ നിന്ന് ഒരു കുട്ടിയുണ്ടായാൽ അത് റസൂലുള്ളാഹിക്ക് സന്തോഷമാണ്, അല്ലാഹുവിന് സന്തോഷമാണ്. കാരണം അത് ഇസ്ലാമിന്റെ ഒരു മെമ്പർ നമ്മളിൽ നിന്ന് ഉണ്ടായാൽ അല്ലാഹു റസൂലിന് സന്തോഷമാണ്. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അധികം പ്രസവിക്കുന്ന പെണ്ണിനെ നീ കല്യാണം കഴിച്ചോ. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രസവിക്കാത്ത പെണ്ണ് മൂലയിൽ ചുരുട്ടി വെച്ച
പായ പോലെയാണ് ആരംഭ നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആൾക്കാർക്ക് മക്കളില്ല, അവർക്കൊക്കെ സ്വാലിഹായ മക്കൾ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വയൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വഹാബികളെല്ലാം പറയാ, എടാ എന്റെ ഭാര്യ അങ്ങനെയാണ്, എന്റെ ഭാര്യ ഇങ്ങനെയാണ്, സ്വാലിഹാണ്, സുന്ദരിയാണ്. സുബഹി സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ റാഹത്തായിട്ട് പോത്തുപോലെ ഉറങ്ങുന്നതായ ഭർത്താവിന്റെ മുഖത്തിലേക്ക് എഴുന്നേറ്റ് പോയിട്ട് കുളിച്ചിട്ട് വുളൂ ചെയ്ത് ആ വുളൂഇന്റെ വെള്ളം അവൾക്കുള്ള മുഖത്തിലേക്ക് ഒന്ന് കുടഞ്ഞിട്ട്, എടാ എന്റെ മാപ്പിള, എന്റെ ഭർത്താവെ പള്ളിക്ക് പോടാ എന്ന് അയക്കുന്ന പെണ്ണിനെ നീ കല്യാണം കഴിച്ചോ? രാത്രി സമയത്ത് ജനാപത്തായി കിടന്ന് സുബഹിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ചിട്ട് അവിടുന്ന് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി സുബഹി നിസ്കരിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അടുപ്പിലേക്ക് തീ വെക്കുന്ന പെണ്ണാണ് ഖൈറായ പെണ്ണ്, ആരംഭ നബിയുനാ റസൂലുള്ളാഹി. ഇതങ്ങനെയല്ല ഉസ്താദേ, ഉസ്താദേ എനിക്ക് മാട്ടം, എന്റെ ഭാര്യക്ക് മാട്ടം, എന്റെ മക്കൾക്ക് മാട്ടം, സുഖയില്ല, ഞാൻ എണിക്കുമ്പോ ഓ കിടക്കുന്നു, ഓ എണിക്കുമ്പോ ഞാൻ കിടക്കുന്നു. സാധാരണ അങ്ങനെയാണ് കിടക്കുന്നത്. അങ്ങനെ ഉറുക്ക് കെട്ടി, അരക്കേറ് കെട്ടി, അങ്ങനെ കിടാവ് 1.5 കിലോ, ഉറുക്ക് 3 കിലോ, എന്നിട്ടും സുഖമാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണത്. സുബഹിന്റെ സമയത്ത് ബാങ്കാകുമ്പോൾ എഴുന്നേൽക്കാതെ ജനാബത്തായിട്ട് കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നാൽ മുഖം കഴുകാതെ, വുളൂ ചെയ്യാതെ, നിസ്കരിക്കാതെ, കുളിക്കാതെ, ബിസ്മി കൂട്ടാതെ അടുപ്പിലേക്ക് തീ വെക്കുന്ന പെണ്ണുണ്ടോ? അവിടത്തേക്ക് ഒരു സിഹറും വേണ്ട, ഒരു മാറ്റവും വേണ്ട. ആ വീട്ടിൽ നിന്ന് അല്ലാഹു തആല റഹ്മത്തിനെ ഉയർത്തും. ആരംഭ നബിയുനാ റസൂലുള്ളാഹി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാലിഹായ പെണ്ണെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറയാ, എന്റെ ഭാര്യ സ്വാലിഹായ ഭാര്യ. എല്ലാവർക്കും ഇങ്ങനെ സന്തോഷമാണ്. പെട്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബത്തെ അതാ. എല്ലാ സ്വഹാബികൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോ പള്ളിന്റെ ആ ഭാഗത്ത് ഹൗലിന്റെ കരയില് ഒരു സ്വഹാബി 2 കൈയും മുഖത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാ. നല്ല രസമുണ്ടാവും. ഞാൻ ചിരിക്കുന്നു, ശിഹാബ് ചിരിക്കുന്നു, അപ്പൊ സാബിത്ത് കരയുന്നു. നല്ല രസമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, ആരെ ഇവിടെ കരയുന്നത്? ഞാൻ നരകത്തിനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു ടെൻഷന്റെ വാക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ നല്ല സന്തോഷമായ കല്യാണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണ് കരയുന്നത്? ഇയ്യുബാ എന്ന് വിളിച്ചപ്പോ ആ സ്വഹാബിയത 2 കൈ മുഖത്തിലേക്ക് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നത് മാത്രമല്ല, റസൂലുള്ളാഹി പറഞ്ഞു, അതാരാ ആ മുഖത്തേക്ക് കൈയെടുക്ക്. പെട്ടെന്ന് അദ്ദേഹം കൈ തുറന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ചുവന്ന കണ്ണാണ്, മുഖത്തിലാണെങ്കിലും താടിയില്ല, മീശയില്ല, ബസൂറി രോഗമെന്ന് മുഖമാകെ ഒരു വികൃതമായ മുഖമാണ്, കലകൾ വീണ് കുണ്ടും കുഴിയാണ്. ആര് കണ്ടാലും ഞെട്ടിപ്പോകും. തലയിലാണെങ്കിലും മുടിയില്ല, ഒരു കാലാണെങ്കിലും ശരിയില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ ചൊട്ടയിട്ട് നടക്കുന്ന ഒരാളാ, ശരിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ആര് കണ്ടാലും ഞെട്ടിപ്പോകുന്ന വികൃതമായ ഒരു രൂപമാണ് സ്വഹാബിക്കുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖം ആര് നോക്കുമ്പോൾ പേടിച്ചു പോയാലും, കാല് ശരിയില്ല എങ്കിലും, വസ്ത്രമില്ല എങ്കിലും, അദ്ദേഹത്തിന്റെ ഹൃദയം, ആ ഖൽബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള തൗഹീദിന്റെ വെളിച്ചം കൊണ്ട് നല്ല തിളങ്ങുന്ന ഹൃദയമായിരുന്നു. അല്ലാഹു തആല നോക്കുന്നത് നിന്റെ ഡ്രസ്സിലേക്കോ, നിന്റെ മുഖത്തിലേക്കോ, നിന്റെ സ്റ്റൈലിലേക്കോ അല്ല, നമ്മുടെ ഹൃദയം ആ ഖൽബിലേക്കാണ് നോക്കുന്നത്. പളങ്ക് പോലെ തിളങ്ങുന്ന ഹൃദയമുള്ള ആ സ്വഹാബി മെല്ലെ ഇങ്ങനെ മുഖത്തിലേക്ക് നോക്കി. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ആരായിരുന്നു ആ സ്വഹാബി. ബഹുമാനപ്പെട്ട സഅദ് സൽമി റളിയല്ലാഹു അൻഹു. സഅദ്, എന്തിനാ സഅദ് കരയുന്നത്? യാ റസൂലുള്ളാഹ്, ഞാൻ അങ്ങനെ കരയാതിരിക്കും. നീ അങ്ങനെ കരയാതിരിക്കും. എന്തിനാ സഅദ് കരയുന്നത്? ആ സമയത്ത് നബിയേ, പരിശുദ്ധ നബിയേ, ആവിടത്തിലുറയുവട്ടമിയൊന മജ്‌ലിസ് മനസ്സുകളതി ഖുശിയാലെ, ഞങ്ങൾക്ക് ഇരുലോകം താണിയായ നബിയോട് അവിടത്തിൽ ഉരക്കുവാനൊരു കലമുണ്ട്, ഉരക്കുവാനൊരു കലമുണ്ട്. നബിയേ, പരിശുദ്ധ നബിയേ, അവിടത്തെ കലമുകൾ ശ്രമിയൗന മജ്‌ലിസിൽ മനസ്സുകൾ അതിഖുശിയാലെ, ഞങ്ങൾക്ക് ഇരുലോകം തണിയായ നബിയോട് അവിടത്തിൽ ഉരക്കുവാനൊരു കലമുണ്ട്, ഉരക്കുവാനൊരു കലമുണ്ട്. നബിയേ, പരിശുദ്ധ നബിയേ,
അവിടത്തെ കലാമുകൾ സമീന മജിലിസിൽ മനസ്സുകൾ അതിമുഷിയാലെ ഞങ്ങൾ ഇരുലോകം തനിയായി നബിയുള്ളോട് അവിടത്തിൽ ഉറക്കുവാനൊരു കലാമുണ്ട്, ഉറക്കുവാനൊരു കലാമുണ്ട്. മണലാരണ്യത്തിലെ ഭാഗ്യദോഷിയാണ് ഞാൻ, സബബതിലുറയ്ക്കുവാൻ തണിയില്ലാത്തോനെ ഞാൻ. ഈ മണലാരണ്യത്തിലെ ഭാഗ്യദോഷിയാണ് ഞാൻ, സബബതിലുറയ്ക്കുവാൻ തണിയില്ലാത്തോനെ ഞാൻ. ഒരു ദൗത്യത്തിനില്ല, ഉടയോന്റെ വിധി എന്നിൽ ലഭിച്ചിട്ടില്ല, വിധി എന്നിൽ ലഭിച്ചിട്ടില്ല. നബിയേ പരിശുദ്ധ നബിയേ, അവിടത്തെ കലാമുകൾ സമീന മജിലിസിൽ മനസ്സുകൾ അതിമുഷിയാലെ ഞങ്ങൾ ഇരുലോകം തനിയായി നബിയുള്ളോട് അവിടത്തിൽ ഉറക്കുവാനൊരു കലാമുണ്ട്, ഉറക്കുവാനൊരു കലാമുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് സൽമി റളിയല്ലാഹു അൻഹു മുഖത്തിൽ നിന്ന് ഇങ്ങനെ കൈയെടുത്തപ്പോ റസൂൽ ഇങ്ങനെ നോക്കി, അല്ല സഅദ് എന്തിനാ കരയുന്നത്, ഒന്ന് ചിരിക്കു സഅദ്. ബഹുമാനപ്പെട്ട സഅദ് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഞാൻ അങ്ങനെ കരയാതിരിക്കും. എന്തിനാ സഅദ് കരയുന്നത്? ബഹുമാനപ്പെട്ട സഅദ് പറഞ്ഞു, യാ റസൂലുള്ളാഹ് തങ്ങൾക്ക് കാണുന്നില്ലേ എന്റെ കാലാണെങ്കിലോ ശരിയില്ല, എന്റെ മുഖം പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരുത്തം നോക്കി പോയാൽ പെട്ടെന്ന് അവർ പേടിച്ചു കൊടുക്കും. നബിയെ എനിക്ക് താടിയില്ല, മീസയില്ല, രോഗം വന്ന് എന്റെ മുഖത്തിലാകെ കലകളാണ് നബിയെ, എനിക്ക് ധരിക്കാൻ ഡ്രസ്സില്ല, ഞാൻ ഒരു ഫഖീറാണ്. പക്ഷേ എന്റെ മുഖം കറുത്തിട്ടുണ്ട് എങ്കിലും എന്റെ ശരീരം കറുത്തിട്ടുണ്ടെങ്കിലും നബിയെ അല്ലാഹുവിനെയും നിങ്ങളെയും അതേ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള തൗഹീദ് കൊണ്ട് എന്റെ ഹൃദയം രക്ഷപ്പെട്ടതാണ് നബിയെ. എന്റെ ഈമാൻ കെട്ടുപോകാതിരിക്കാൻ തങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ നബിയെ നിങ്ങളല്ല ഇപ്പോൾ പറഞ്ഞത് കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചാൽ പോരാ, അതിൽ കൊല്ലത്തിലൊരു കുട്ടി ഉണ്ടാകണം, അധികം പ്രസവിക്കുന്ന പെണ്ണ് കഴിക്കണം എന്നൊക്കെ നബി പറയുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ തങ്ങൾക്കുള്ളതായ തിരു സുന്നത്താണ്. ആയതുകൊണ്ട് നബിയെ എനിക്ക് മുമ്പ് നബിയെ ഒരു സുന്നത്ത് വേണമെന്ന് കരുതി ഞാൻ പെണ്ണ് കെട്ടാൻ വേണ്ടി ഇറങ്ങി. എങ്ങനെയാണ് പെണ്ണ് കെട്ടാൻ വേണ്ടി ഇറങ്ങിയത്? ഈ മദീന നാട്ടിലുള്ള വീട്ടിലേക്കല്ല, മദീന അയൽഭാഗത്ത് കാട്ടിൽ താമസിക്കുന്ന, മറുഭൂമിയിൽ താമസിക്കുന്ന, ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോലും കുളിക്കാത്ത, നാറുന്ന, പല്ല് തേക്കാത്ത പദ്മകളായ അറബികൾക്കുള്ള അടുത്തേക്ക് ചെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കളെ നിങ്ങൾ കുളിക്കാത്തവരാണ്, പക്ഷേ ഞാൻ കുളിക്കുന്നവരാ. എങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ? എനിക്കൊരു പെണ്ണ് തരുമോ? ഒരു കല്യാണത്തിന് വേണ്ടി, ഒരു സുന്നത്തിന് വേണ്ടി, ഒരു നിക്കാഹിന് വേണ്ടി. അത് ചെറിയ പെണ്ണായാലും പറ്റും, പൊക്കമുള്ള പെണ്ണായാലും പറ്റും, കണ്ണില്ലാത്ത പെണ്ണും പറ്റും, വായില്ലാത്ത പെണ്ണും പറ്റും, വികൃതമായ കോലമുള്ള പെണ്ണായാലും പറ്റും, പെണ്ണായാൽ മതി. എനിക്ക് നിങ്ങൾ പെണ്ണ് തരുമോ എന്ന് ചോദിച്ചപ്പോ ആ നാറുന്ന ബന്ധുക്കളായ അറബികൾ പോലും അവർ പറഞ്ഞു, നാടകത്തവരെ എനിക്കാണോ പെണ്ണ്, പോയി ഇവിടെ നടൂപി എന്ന് പറഞ്ഞ് നബിയെ തെരുവിലോടുകൂടി ഓടി വരുന്ന പേപ്പട്ടികളെ തല്ലി ചിലക്കും പോലെ ചാട്ടവാറുകളെ കൊണ്ട് അവർ അടിച്ചു നബിയെ, ചാട്ടുകളെ കൊണ്ട് എനിക്ക് തല്ലി നബിയെ, നല്ല ചൂടുള്ളതായ വെള്ളം എനിക്ക് വലിച്ചു തന്നു പ്രവാചകരെ. അതുകൊണ്ട് മുട്ടി നബിയെ നിങ്ങൾ പെണ്ണ് കെട്ടണമെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്ത മോഹമാണ് വരുന്നത്. പ്രവാചകരെ ഈ ദുനിയാവിൽ ഞാൻ പെണ്ണ് കെട്ടാനില്ല, ഞാൻ പെട്ടെന്ന് മരിച്ച് സ്വർഗത്തിന് പോയിട്ട് പൂർണ്ണയിൽ നിന്ന് നിക്കാഹ് കഴിക്കാൻ തങ്ങൾ എനിക്കൊന്ന് ദ്വാരക്കണം. റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചു പോയി. അല്ല സഅദ്, നല്ല വിഷയമല്ലോ, അല്ല സഅദ് പെണ്ണ് കിട്ടുന്നില്ല എന്ന് കരയുന്നത്, നിങ്ങൾക്ക് ഞാൻ പെണ്ണ് തരാം. കല്യാണകരമോടി മദീനത്തുള്ള പണക്കാരൻ ഗഗബിന്റെ വിടവ് കാണിമത് ചൊല്ലിടാനീടുന്നേ. മദീനത്തുള്ള പണക്കാരൻ ഗഗബിന്റെ വിടവ് കാണിമത് ചൊല്ലിടാനീടുന്നേ. സദോരിയടണേ മുത്താത്ത ചൊല്ലിടുന്നേ. കല്യാണകരമോടി
ചന്ദിര സുന്ദരി ആയിഷ പിയാനെ സൗദത്ത് ആഗോമെന്ന് സൗദത്ത് ആഗോമെന്ന് സന്തോഷരാഹത്തായൊരു പിരിയുന്നേ സഫിയാന്റെ ഓർമ്മയിലായി സഫിയാന്റെ ഓർമ്മയിലായി സദോറിയറിഞ്ഞിടണേ മുത്താത്ത ചൊല്ലിടുന്നേ കല്യാണക്കാരമോദി ഇത് കേട്ടപ്പോൾ പെണ്ണ് വേണ്ട നബിയെ, കാരണം പെണ്ണിനെ ഓർക്കുമ്പോൾ ഇയാൾക്ക് ചാട്ടിന്റെ ഓർമ്മയാണ് വരുന്നത്. എനിക്ക് പെണ്ണ് വേണ്ട സാദേ, ഞാൻ തരാം. എങ്ങനെ പ്രമാണിക്കരുത്? ഈ മദീനത്ത് വെച്ചിട്ട് എന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണക്കാരൻ ആരാ? എന്തിനാ റസൂലെ? പണക്കാരന്റെ പെട്ടിന്റെ ഉള്ളിലാണോ പെണ്ണുള്ളത്? അങ്ങനെയല്ല. ആരാ? ബഹുമാനപ്പെട്ട സാദ് പറഞ്ഞു മദീനത്ത് വെച്ചിട്ട്. കാരണം പേടിച്ചിട്ട് പറയാം. അങ്ങനല്ലേ? മൂന്നാം വർഷം മൈക്കാത്ത് കഷ്ടപോയത് പോയിട്ട് എല്ലാം ചുവപ്പ് ബസ്, ഗവൺമെന്റ് ബസ് എല്ലാം ചുവപ്പ് ബസ്. ഇതിനെ കണ്ടക്ടർ ഭയങ്കര പേടിയായി. ഓനെന്താക്കിയറിയോ? ഒരു കണ്ടക്ടറിൽ പേടിച്ചു വെച്ചു മണിക്ക്. അപ്പൊ കണ്ടക്ടറിലല്ലേ നീ കേൾക്കുമ്പോൾ ഉണ്ടായി ഇതപ്പോ 20 കിലോമീറ്റർ ദൂരത്തി ആ ബസ് പോയിട്ടായി പോയി. പേടിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. എന്നതുപോലെ സാദ് പറഞ്ഞ മദീനത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ പണക്കാരനായ സ്വഹാബി ബഹുമാനപ്പെട്ട അംറ് ബിൻ വഹബ് റളിയല്ലാഹു അൻഹു. അംറ് തങ്ങൾ നിസ്കരിക്കാൻ അങ്ങനെ പള്ളിക്ക് വരില്ല, വളരെ ദൂരത്താ ഉള്ളത്. അത് ശരി. എന്നാൽ സാദ് ആ അംറ് റളിയല്ലാഹു അൻഹുക്ക് സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. ആ മോളുടെ പേരാണ് സഫിയ. അംറ് തങ്ങൾക്കുള്ള ഏക മകളാണ്. മദീനത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ പണക്കാരന്റെ മകളാണ്. എങ്ങനെയുള്ള പെണ്ണാണെന്നറിയോ? തുടിച്ചതായ കവിൾ, സുഗന്ധതായ മാനിന്റെ കടുക്ക്, സുർമകണ്ണ്, ഇവിടെയുള്ള മുടി ഇവിടെ വരെ നീണ്ടു കിടക്കുന്ന പെണ്ണ്. ആദ്യം സ്റ്റൈൽ ഉസ്താദ് മുടി ഊട്ടിക്കൊള്ളല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മുടി സുന്ദരികളെ മോയ്ക്കുട്ടി വേദനക്കുള്ളതായ ബദ്ർ പാട്ട് നോക്കിയാൽ കാണാം. ഉണ്ടേണു മിസ്കാത്ത് ബാരിക്കിൽ വന്ദിയുടെ തോറുന്നിസാവരാ പരിശാനതും പടിവാൾ മുഖമാൽ മളം വിടലാം അവരന്തിരമേലുള്ള ചത്തിരനൊക്കതി ഉണ്ടേനും കാറ്റ് പാരിക്കിൽ വന്നിടെ ൂറുന്നിസാവര പരിശാനതും പടിവാൻ മുഖമാം വിളം വിടലാം അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോ നീളും തെളിവാം മണ്ടമൂടിക്കോട് പാർമുകിലോ നീളം സഞ്ചരിക്കാറ്റതമോ മണ്ടമൂടിക്കോട് പാർമുകിലോ നീളം സഞ്ചരിക്കാറ്റതമോ അത് പൂവിലെ ചിടുകിൽ മഹാകാളകം മൊഴിയേ മറ്റൊരു വെളിപ്പെടുകാരിൽ കരുളാൻ ഉണ്ടെന്നും കാത്തു പാരിൽ വന്നിടെ ഹൂർമിസാവര പരിശാനതും പടിവാൻ മുഖമാം വിളം വിടലാം അവരമേലുള്ള ചന്ദ്രനോ കതിരോ നീളും തെളിവാ കതിരോ നീളും തെളിവാ. ബദ്ർ പാട്ട് നോക്കിയാൽ കാണാം. മാപ്പിളപ്പാട്ടിന്റെ മഹാകവി ശാസ്ത്രാട്ട് മോയിൻകുട്ടി വൈദ്യർ വർണ്ണിച്ചത് അല്ല പറഞ്ഞത്. ഊറുലൂരിനെ കുറിച്ചിട്ട് പറഞ്ഞ് അവസാനം പറഞ്ഞു ഊറുലൂരിന്റെ ഈ നെറ്റിയിലുള്ള മുടി അവർക്കുള്ള ചന്തുകെട്ടിന്റെ താഴെ വരെ നീണ്ടുകിടക്കുന്ന മുടിയാണ്. അതാണ് സുന്ദരികളായ പെണ്ണുങ്ങൾക്കുള്ള ലക്ഷണം. ഇന്ന് നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഭാര്യമാർ വേണ്ട, നമ്മുടെ കിളത്തിയായ ഉമ്മമാർ ഇവിടുന്ന് കിടക്കുന്ന മുടി ഇവിടെ ഉണ്ടായാൽ ഇതുവരെയും കട്ടാക്കും. അത് ചൈനാ സിൽക്കിന്റെ വെളുത്ത മുടിയായാലും ശരി, കട്ടാക്കിട്ട് അതിന്റെ കുറ്റി മാറ്റിയത് പോലെയാക്കും. എന്നാലോ പ്രിയം പറഞ്ഞ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു സുന്ദരിയായ സുശീലയായ ഒരു മകളുണ്ട് അമ്രതങ്ങൾക്ക്. സയ്യിദ് റളിയല്ലാഹു പേടിക്കാൻ തുടങ്ങി. നാറുന്ന അറബികൾക്കുള്ള അടുത്ത് പോയിട്ട് പെണ്ണ് ചോദിച്ചപ്പോൾ ചാട്ടിയിലാ കിട്ടിയത്. സയ്യിദ് ചോദിച്ചു, നബി എന്ത് ചെയ്യണം? നീ നേരെ പോയിട്ട് അമ്രതങ്ങളെ കാണാം, കണ്ടിട്ട് ഒരു അസ്സലാമു അലൈക്കും പറയാം. എന്നിട്ടോ എന്റെ ബഗൽ അസ്സലാമു അലൈക്കും പറയാം. തങ്ങളെ നിങ്ങൾക്കുള്ള ബഗ ഒരു സലാമല്ല 1000 സലാം പറ. എന്നിട്ട് അവിടെ ഇരിക്കാം. ഇരുന്നതിന് ശേഷം അമൃതങ്ങളോട് പറയണം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ അയച്ചതാണ്, നിങ്ങൾക്കുള്ള സുന്ദരിയായ ആ സഫിയ ബീവിനെ എനിക്ക് നിക്കാഹ് ചെയ്ത് തരാൻ വേണ്ടി നിങ്ങൾ പറയണം. പോയിക്കൊട്ടാതെ ചിരായ തമ്പുരാൻ നബിയെ വേണ്ട. പാവപ്പെട്ടവർക്ക് പെണ്ണ് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയത് ചാട്ടിയില്ല. ഇനി അമൃതങ്ങളോട് പെണ്ണ് ചോദിച്ചാൽ അമൃതങ്ങൾക്കുള്ള വാള് എന്റെ തലയെ മുറിച്ചെടുക്കുന്നത് എനിക്ക് വേണ്ട. സയ്യിദ് ഞാനാണ് പറഞ്ഞത്, പോയിക്കോ. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു പേടിയോടുകൂടെ
സ്വഹാബത്തിന്റെ മുഖത്തിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, സ്വഹാബത്തെ ആഖിറ കലാമി അസ്സലാമു അലൈക്കും. ഇനി നമ്മൾക്ക് മഹ്ശറിൽ വെച്ച് കാണാം. എല്ലാവരും യുദ്ധകളത്തിൽ മരിക്കല, ഞാൻ പെണ്ണുകളത്തിൽ മരിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് കുറെ ദൂരം എത്തിയപ്പോ മനസ്സകമില്ലതിശയം പെരുത്ത് കരളാകെ തുടിത്ത് മനസ്സാകെ കുളിർത്ത് തിരുവദനാം ചെറുപുഞ്ചിരിയാലെ കഥത പുറപ്പെടുന്നേ മറുഭൂമിയിൽ തിരുപാദം എടുത്ത് ഉദിക്കുമ്പോൾ നവർത്ത് ഒരു മഹദുദിത്ത് അവളുടെ ശൂരത്തെ ലഹരിയിൽ ഓർത്തും കൊണ്ടാന പോകുന്നേ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു എല്ലാം ഇങ്ങനെ നടക്കുമ്പോഴാണ് ആ സഫിയാനെ ഓർത്തിട്ട് ഇങ്ങനെ ഓർക്കുന്നു എങ്ങനെയെന്നല്ലേ. മധുരിക്കും 17 മണിവാലിനടുത്തുള്ളൊരു പെൺകുട്ടി നല്ല ശുഭസുമുഖിയായി പരിലസിച്ചിടും അഴകുള്ള മണവാട്ടി നല്ല ചേരത്ത പെൺകുട്ടി. മധുരിക്കും 17 മണിവാലിനടുത്തുള്ളൊരു പെൺകുട്ടി നല്ല ശുഭസുമുഖിയായി പരിലസിച്ചിടും അഴകുള്ള മണവാട്ടി നല്ല ചേരത്ത പെൺകുട്ടി. ചെന്തമര നിറമുള്ള വടിവെട്ടുകാതിലും ചേറുമുള്ള മനപ്പോലെ നിന്നും തന്റെ നിരയും ചിരിക്കുമ്പോൾ മുഖത്തൊരു ചന്ദ്രകല തെളിയും ചോരയുത്തി വീഴും ചുണ്ടിൽ മധുരിക്കും മൊഴിയും പരിശുദ്ധ നിധിയാണ് നല്ല ഭയഭക്തി നിറവാണ് എല്ലാ സമയവും നിലഹിനെ ഭയക്കുന്ന അവൾ ഒരു പവിഴപ്പുമുത്താണ് റബ്ബിൻ പ്രിയദാസിയും ആണ്. മധുരിക്കും 17 മണിവാലിനടുത്തെത്തിയുള്ളൊരു പെൺകുട്ടി നല്ല ശുഭസുമുഖിയായി പരിലസിച്ചിടും അഴകുള്ള മണവാട്ടി നല്ല ചേരത്ത പെൺകുട്ടി. ഇങ്ങനെ നടങ്ങ പഠിച്ചോടെ എന്റെ സുന്ദരിയായ പെണ്ണ്, കാരത്തായപ്പുള്ള പെണ്ണ്, സ്വാലിഹായ പെണ്ണ്, സുന്ദരിയായ പെണ്ണ്, ഞാനിപ്പോൾ പോകും അമൃതങ്ങളെ കാണും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. റസൂലുള്ളാഹിന്റെ ദൂതനെന്ന് പറയും. എന്നിട്ട് നിങ്ങളുടെ മകളെ എനിക്ക് താഴ്ന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അമൃതങ്ങൾ കൈ തന്നിട്ട് എനിക്ക് നിക്കാഹ് ചെയ്ത് തരും, ഞാൻ ആരാ എന്നിട്ട് എന്റെ സഫിയാന്റെ കൈ പിടിച്ചിങ്ങനെ വരുമ്പോ എല്ലാവരും ഞെട്ടിപ്പോകും. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് ബഹുമാനപ്പെട്ട സഹദ് ഓർത്തു, ഇത് ആകാന് പോകാനുള്ള കാര്യമാണ്. ഞാൻ പോകും. പെണ്ണ് ചോദിക്കും, അമൃതങ്ങൾക്കുള്ള വാൾ എന്റെ തലയില്ലാതെയാക്കും. വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ പിന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് സഅദ് ഇങ്ങനെ മാറുമ്പോ പെട്ടെന്നൊരു വിളി, ഞാനാണ് പറയുന്നത്, പോയിക്കോ മുന്നോട്ട്. റസൂലുള്ളാഹിയെ വിളിച്ചു പറയുന്നത്. നബിനെ ഞാൻ കണ്ടില്ല എങ്കിലും എന്നെ കുറിച്ച് റസൂലുള്ളാഹിക്ക് അറിയാം. ഏതാവട്ടെ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നടന്ന് കുറെ ദൂരം എത്തുമ്പോൾ കാണുന്നു ഒരു വരുത്തനായ ഉപ്പാപ്പ താടി പൊക്കുറുകളുണ്ട്. ഈ മീസയെല്ലാം അരയാത്ത കട്ടപുണി പോലെ ബായിലുണ്ടുള്ള ആളി മീസ പല സൈസാണ് കേട്ട അല്ലെ. ചില ആൾക്കാർക്കുള്ള മീസ ഇങ്ങനെ കാണാൻ പൾസറിന്റെ ഹാൻഡിൽ പോലെ, ചില ആൾക്കാർക്കുള്ള മീസ ഇല്ല. മീസ വേണം. മീസ എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ആണ്. അത് അല്ലാഹു തആല ആണുങ്ങൾക്ക് മാത്രം തന്നതാണ്. പിന്നെ ഇപ്പോഴും താടിയെ കുറിച്ച് പറയണ്ടല്ലോ. എത്ര ജാതിന്റെ താടി അറിയോ? ഒരു താടി കൂടുതലോളം വന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ആ പരശുറാമന്റെ കയ്യിലില്ല കത്തി, അങ്ങനത്തെ ഒരു താടി, മധുപോലത്തെ താടി. പിന്നെ ചില ആളെ താടി കഫൻ താടി. അതേ താടി റാഹത്തിൽ ചൊറണ്ടിട്ട് നൂച്ചത് പോലെ മാത്രം കൂടുതലോളം ചെയ്ത ഇതാണ് കഫൻ താടി. പിന്നൊരു താടി ഉണ്ട് 50 വയസ്സേക്ക് എത്തിയില്ലാത്ത താടി. ആ താടി ഏതാണെന്നറിയോ? മുഴുവനും പഠിച്ചിട്ട് മാത്രം വെക്കുന്ന താടി, ഈറ്റത്താടി. പിന്നെ ചില താടിയുണ്ട് സുന്നത്തായ താടി. എല്ലാത്തിലും രണ്ടുണ്ടല്ലോ. സുന്നത്തായ താടിയിൽ 2 താടിയുണ്ട്. ഒന്ന് ഇബ്ലീസിന്റെ താടി, ഒന്ന് റസൂലുള്ളാഹിന്റെ താടി. നമ്മുടെ താടി അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ താടിയാകട്ടെ. എന്തിനാണ് സുഹൃത്തെ റാഹത്തായിട്ട് ടൈൽസിന്റെ ഹൗദ് പോലെ നിന്റെ താടിനെ നീ വടിക്കുന്നത്? നാളെ ഞങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആദ്യമായിട്ട് റുഹ്മാൻ എന്ന് പറയുന്ന ഒരു മലക്ക് അങ്ങോട്ട് വരികയും എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ റൂഹിനെ കലക്ഷൻ ചെയ്യും. ഞങ്ങൾക്കൊന്നിങ്ങനെ ഇശാറത്തായപ്പോ താടി പിടിച്ച മുഖമാണെങ്കിൽ ആദ്യമായിട്ട് മുഖത്തിലേക്ക് ഒരു അടി, അതോടുകൂടെ പിന്നിൽ നിന്ന് മുൻകർണക്ക് മന്നന്ത തൊണ്ട പിടിച്ച് മുന്നേ കയ്യില ആയതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ അടുത്ത് വെച്ചത് ഏതാകട്ടെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സാധികൻ നടക്കും വയസ്സനായ ഉപ്പാപ്പ, മീസെല്ലാം ബായിലുണ്ട്, താടിയുണ്ട്, ട്രിബിൾ കണ്ണടക്ക.
ആ പണ്ടത്തെ ബസ്സിന്റെ കണ്ണട പോലത്തെ കണ്ണടിയാ. തലയിലേക്ക് ഒരു ടൊപ്പും വെച്ച് കമീസിട്ട് ചുണ്ടിൻ്റെ ഉള്ളിന് ബീഡിയാണ്, നെഞ്ചിൻ്റെ ഉള്ളിന് പുകയാണ്, രാത്രി മുഴുവനും ക്ഷമയാണ് ഉപ്പപ്പ ഉപ്പപ്പ. ഇത് പണ്ടൊരാൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു പോലെ. പണ്ട് നമ്മുടെ നാട്ടിലേക്ക് ബ്രിട്ടീഷുകാർ വന്നപ്പോ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം. അങ്ങനെ ഒരു ഇംഗ്ലീഷ് മാസ്റ്റർ വന്ന് വയസ്സന്മാരെ എന്നിട്ട് അവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതാ ഞാൻ എഴുതാം, നിങ്ങൾക്ക് കന്നഡ അറിയല്ലോ, മലയാളം അറിയാം, ഇംഗ്ലീഷ് പഠിപ്പിക്കാം. എന്നിട്ട് മാസ്റ്റർ എഴുതി ബോർഡിൽ എല്ലാ വയസ്സന്മാർ പറഞ്ഞു എ. എന്നിട്ട് മാസ്റ്റർ എഴുതി ബി. അപ്പോൾ പറയാം അത് പറ്റല. കണ്ണടത്ത് മലയാളത്തിൽ അങ്ങനെ പഠിപ്പിക്കുകയും. ഇങ്ങനെയുള്ള വയസ്സനായ ഒരു ഉപ്പാപ്പ വായിലേക്ക് ഒരു ബീഡിയും വിളിച്ച് ചമച്ചിട്ട് ഇങ്ങനെ പുക വിട്ടുകൊണ്ട് വരാം. ഇയാളെ കണ്ടപ്പോൾ സാധ്യത ധൈര്യമായി, ഇയാൾക്ക് എന്നെ അടിക്കാൻ കഴിയില്ലല്ലോ. നേരെ പോയിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. പെട്ടെന്ന് വയസ്സനായ ഉപ്പാപ്പ കന്നഡത്തിൽ നോക്കി വലൈക്കും സലാം. അല്ല ഉപ്പാപ്പ, ഇവിടെ അമൃതങ്ങൾക്കുള്ള വീട് എവിടെ? പെട്ടെന്ന് ഉപ്പാപ്പ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദ് തമ്പുരാനെ എന്റെ കോലം കണ്ടപ്പോ ഈ വയസ്സിന് പോലും ഇത്ര ഞെട്ടിയാല് ഇനി അമൃതങ്ങൾക്കുള്ള വീട്ടിലേക്ക് പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പോകട്ടെ. പക്ഷേ റസൂലുള്ളാഹിന്റെ വാക്ക് സയ്യിദേ പോയിക്കോ. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി നിന്നു. വിശാലമാകപ്പെട്ട മരുഭൂമിന്റെ ഒരു ഭാഗത്ത് വേറെ ഒരു കമ്പൗണ്ട്. ആ കമ്പൗണ്ടിലേക്ക് വെച്ച ഒരു ഗേറ്റ്. അതിന്റെ ഉള്ളിൽ നല്ലതായ ഈത്തപ്പഴ മരങ്ങൾ, അതുപോലെ തന്നെ മുന്തിരി തോട്ടങ്ങൾ, അതിന്റെ മധ്യത്തിൽ നല്ല പൂച്ചെടികൾ, അതിന്റെ മധ്യത്തിൽ പണ്ട് കാലത്ത് അതായത് മാളികയുള്ള ഒരു വീട്. മദീനത്തന്ന് മാളികയുള്ള വീട് ഒറ്റ വീടാണ്. ഇന്നത്തെ പോലെ ആർസിസ് സുനൈഫിന്റെ വീടല്ല. ഇഷ്ടിക കൊണ്ട് ഉണ്ടാകപ്പെട്ട മദീനത്തെ ഏറ്റവും വലിയ പണക്കാരനായ അമൃതങ്ങൾക്കുള്ള ആ വീട്. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി അൽഹംദുലില്ലാഹ്, എന്റെ കാക്കാന്റെ വീട് അല്ല, എന്റെ അസ്റായിലിന്റെ വീട്, ഞാൻ മരിച്ചു കിടക്കുന്ന എന്റെ മഖാമാകുന്ന നാട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുമ്പോ ആ കമ്പൗണ്ടിലേക്ക് വെച്ച ഒരു ഗേറ്റ്. ആ ഗേറ്റിലെടുത്ത് ഒരു കാവലുകാരൻ തൊട്ടാൽ കീറി പോകുമ്പോൾ ഒരു അരിമും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ സയ്യിദ് മനസ്സിലാക്കി, അതിലെ പോയാൽ സലാം പറയുമ്പോൾ എന്റെ പൊക്കുള്ളിലേക്ക് കീറും, വേണ്ട എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് കമ്പൗണ്ടിന് ചുറ്റുപാകെ നടക്കാൻ തുടങ്ങി. എങ്ങനെ തുള്ളിച്ചുള്ളിലേക്ക് പോവായോ? ഇങ്ങനെ നടക്കുമ്പോ 10 ഫീറ്റ് ഹൈറ്റുണ്ട്, 10 അടി ഹൈറ്റുണ്ട്, ഇല്ല ഏതാകട്ടെ തവക്കൽതു അലല്ലാഹ്. നേരെ കാവലുകാരന്റെ അടുത്തേക്ക് എത്തി. അസ്സലാമു അലൈക്കും. ഞാൻ മദീനത്തിൽ നിന്ന് വന്നവനാ, റസൂലുള്ളാഹിന്റെ തിരുദൂതനാ, എന്റെ കുടുംബം സിൽമിയാണ്, എന്റെ പേര് സയ്യിദാണ്, ഞാൻ ഒരു സ്വഹാബിയാണ്, എനിക്ക് മുതലാളിനെ കാണണം, അമൃതങ്ങളെ കാണണം. നിങ്ങൾ സ്വഹാബിയോ? എന്നാ നിങ്ങൾ ഇവിടെ നിൽക്ക്. അയാൾ ആർട്ട് പേസണ്ടാ, നിങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഔട്ടായി പോകും, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞ് കാവലുകാരൻ നേരെ അമൃതങ്ങളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു നിങ്ങളെ കക്ക കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. കക്ക കാണാൻ ആരാ? അത് റസൂലുള്ളാഹിന്റെ ഒരു ദൂതനാണ് പോലോ, ഒരു സ്വഹാബിയാണ് പോലോ. അടാ, റസൂലുള്ളവരാണ് ഇങ്ങോട്ട് അയച്ചാൽ നബി തങ്ങൾ വന്നതുപോലെയല്ലേ? ഇങ്ങോട്ട് വന്ന് അനുവാദം ചോദിക്കണം, ഇങ്ങോട്ട് അയച്ചോ? അല്ല, അദ്ദേഹത്തിനെ കണ്ടാൽ നിങ്ങൾ പോടാ അയക്കടാ, എന്നാൽ നിങ്ങൾ പഠിച്ചോളൂ. നേരെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ. ബഹുമാനപ്പെട്ട സയ്യിദ് പറഞ്ഞു ഞാൻ പോകാൻ പറ്റൂല, പിന്നെ ഞാൻ പോകണമെങ്കിൽ ഗേറ്റ് തുറക്കണം. അല്ല ചങ്ങായി, സ്ഥലം ഉണ്ടല്ലോ, പോയിക്കോ. ഇടവഴി ഇല്ല, ഗേറ്റ് തുറക്കണം. എന്തിനാ? അതായത് എനിക്ക് വീടൊക്കെ കിട്ടാനുണ്ട്, അപ്പൊ കുറച്ചോ മോളെ പെറോ അത് പക്കാസ് ഇതെല്ലാം എനിക്ക് വേണം, ആയതുകൊണ്ട് ഗേറ്റ് തുറക്കണം. സയ്യിദ് പറഞ്ഞു ഞാനങ്ങ് പോവും. പെണ്ണ് ചോദിക്കും, വാള് മേലോട്ട് കയറും, എനിക്ക് ഓടുണ്ട്, കാല് ശരിയില്ലല്ലോ, ഈ ഇടവഴിയിലോട് കൂടെ ഓടാൻ പറ്റൂല, തുറന്നു വെക്കട്ടെ. അങ്ങനെ ഗേറ്റ് തുറന്നു കൊടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആ കമ്പൗണ്ടിന്റെ ഉൾഭാഗത്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. രണ്ട് ഭാഗത്തും നല്ല മണമുള്ള പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂച്ചെടിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ബിസ്മില്ലാ എന്നിങ്ങനെ പറഞ്ഞു നടക്കുമ്പോ പെട്ടെന്ന് സയ്യിദിനിക്ക് ഒരു കൂറ്റി കിട്ടുന്ന അതൊരു മുളിപ്പാട്ടാണ്. പണ്ടെല്ലാരും മൂളിട്ട് പാടും, ഇന്നെല്ലാരും തുള്ളിട്ട് പാടും. അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. പണ്ട് കാലത്തൊക്കെ നല്ല നല്ല മുളിപ്പാട്ടുകളും, കുഞ്ഞിനെ ആട്ടുമ്പോൾ പാടും, കുഞ്ഞിനെ ഓട്ടുമ്പോൾ പാടും, അടുപ്പത്ത് തീ ഊതുമ്പോൾ പാടും. അതെങ്ങനെ പാടും? ഇങ്ങനെ പാടും അല്ലേ? അമ്മിക്കല്ലിട്ട് മുളക് അറക്കുമ്പോൾ പാടും. ഇന്ന് ആ പാട്ടില്ല.
പണ്ട് കാലത്തൊക്കെ നല്ല നല്ല ബദർമാല, വഹിയത്തിമാല, ബാരിശൈനൂറഹിമാദോ രന്നബി മോത്തമാകളായ ഭംഗീസം മാഹിനി ബൈത്തിൽ പാടിയോരായേ കാരോണ നബീസത്തിന് റായിയല്ല കരുണേറിയവാജകൾ കടയിടല്ല. എല്ലാവരും പാടിയിരുന്ന നഫീസത്തുമാല, റിഫായിമാല, മുഹിയത്തിമാല, അതുപോലെ തന്നെ മുളിപ്പാട്ടുകള്. ബഹുമാനപ്പെട്ട സാദ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു മുളിപ്പാട്ടാണ് കേൾക്കുന്നത്. ഈ മുളിപ്പാട്ട് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സാദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, റഹ്മാനായ തമ്പുരാനെ ഇതാരാ പാടുന്നത് എന്ന് പറഞ്ഞ് ഒറ്റ നോട്ടങ്ങോട്ട് നോക്കുമ്പോൾ ആരാണ്? അമൃതങ്ങൾക്കുള്ള മകളായ സഫിയ ബീവി തന്റെ കമ്പൗണ്ടിന്റെ ഉൾഭാഗം ആയതുകൊണ്ട് മുഖത്തിലേക്ക് മുഖം മൂടി കിട്ടിട്ടില്ല, ശരിക്കും തല മുഖമൊക്കെ തുറന്നു വെച്ചിട്ട് കയ്യിലൊരു പാത്രം പിടിച്ച്, ഈ പെണ്ണുങ്ങൾക്ക് പൂവ് സ്വർണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇഷ്ടമാണ്. ബഹുമാനപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ ഒരു പൂവെടുക്കുന്നു, കൊട്ടയിലണയുന്നു, മറ്റൊന്നെടുക്കുന്നു എന്ന് മണക്കുന്നു. ബഹുമാനപ്പെട്ട സാദ് ഒറ്റ നോട്ടം ഇങ്ങനെ നോക്കിയതാ. നിങ്ങളാരും വിചാരിക്കേണ്ട പെണ്ണുങ്ങൾ നോക്കി ഇങ്ങനെ നിന്നു, ഞാൻ ഒറ്റ നോട്ടം നോക്കിയതാ. റഹ്മാനായ തമ്പുരാനെ, ഞാൻ കിട്ടുന്ന പെണ്ണാണ്, ഞാൻ കിട്ടുന്ന പെണ്ണാണ്, സുന്ദരിയാണ്, കമാനെറ്റി തുടിച്ച വിളവില്ല. പെട്ടെന്ന് സഫിയ ഇങ്ങനെ നോക്കി, സഫിയ ഒറ്റ ഓട്ടം. ബഹുമാനപ്പെട്ട സാദ് മനസ്സിലാക്കി, റബ്ബേ ഓടാ ഞാൻ കിട്ടുന്നത്, തകർത്തി പിടിച്ചോളാം, എന്റെ ആൾക്കാർ പിടിച്ചോളൂ, കൊല്ലു എന്ന് പറഞ്ഞ് സാദ് ഇങ്ങനെ തിരിഞ്ഞു പോകാൻ നോക്കുമ്പോ കാവലുകാരൻ, സാദ് പോയിക്കോ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സാദ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിന്റെ അകത്തേക്ക് എത്തി. എന്നിട്ട് 4 ഭാഗം ഇങ്ങനെ നോക്കുമ്പോ മുതലാളിനെ കാണുന്നില്ല. ഒരാൾ ചോദിച്ചാൽ എന്താ ഇവിടെ? അല്ല, മുതലാളിനെ കാരണം. മുതലാളി ഇവിടെ അറിയില്ല. റഹ്മാനായ തമ്പുരാനെ കോടി കാരണോ? അതെ, പോയിക്കോ. ബഹുമാനപ്പെട്ട സാദ് റളിയല്ലാഹു അൻഹു മെല്ലെ ഇങ്ങനെ സ്റ്റെപ്പ് എണ്ണാൻ തുടങ്ങി. 1 2 3 4 5 6 എന്നിലൂടെ സ്റ്റെപ്പ് എണ്ണുന്നത് ഒന്നല്ലത്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എടാ, ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോ ആദ്യം എന്താണ് ചോദിക്കേണ്ടത്? നീ സ്നേഹിച്ചിട്ടതൊന്നും തോന്നില്ല, നിനക്കറിയല്ലോ ചെയ്യണ്ടേ? നിന്റെ ഉപ്പാക്ക് വയസ്സത്ര, അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബഹുമാനപ്പെട്ട സാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ എണ്ണാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് 1 2 3 4 ഇങ്ങനെ ചവിട്ടുകൾ കയറി നേരെ മാളികപ്പുരയിലേക്ക് എത്തി. വാതിലിങ്ങനെ മുട്ടി. മുട്ടലോടുകൂടെ ബഹുമാനപ്പെട്ട അമൃതങ്ങളതാ പെട്ടെന്ന് ഇങ്ങനെ വാതിൽ തുറന്നു. തുറക്കലോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനോരേ നന്മ നിറഞ്ഞവരേ നല്ല നബിയോരേ